നമ്പർ ഓഫ് പോളിയോ കേസസ് കുറഞ്ഞു വരുന്നുണ്ട്. പോളിയോ വൈറസിന്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. സ്യൂവൽ സാമ്പിളിംഗിൽ നിന്നും പോളിയോ വൈറസ് കിട്ടുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം നമ്മൾ പോളിയോ ഇറാഡിക്കേഷനിലേക്ക് പോവുകയാണ്. പക്ഷെ എന്താണ് നമ്മുടെ റിസ്ക്, എന്താണ് നമ്മുടെ ചാലഞ്ച്? പ്രധാനമായിട്ടും മൈഗ്രന്റ് തന്നെയാണ്. ഡൽഹിയിൽ നിന്നുള്ള വൈറസ് വെസ്റ്റ് ബംഗാളിൽ പോകാനും മഹാരാഷ്ട്രയിലെ വൈറസ് ട്രേസ് ചെയ്തത് ബീഹാറിലും, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ വൈറസ് ചൈനയിലും, ഇന്ത്യയിലെ വൈറസ് ചൈനയിലും പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കിയപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ കേസസ് കൂടി വരികയാണ്. അപ്പൊ അത് ആ മൈഗ്രന്റും മറ്റ് മെത്തേഡ്സുമായിട്ട് നമ്മുടെ നാട്ടിലും ഇത് തിരിച്ചു വരാം. അത് പ്രധാനമായിട്ടും മൈഗ്രന്റിൽ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2012 പൾസ് പോളിയോ നമ്മൾ എന്ന് നടത്തുന്നത് പോലെ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നടത്തണം. മൈഗ്രൻസിലും പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണം. മറ്റ് ജനറൽ പോപ്പുലേഷനെ വേണ്ടാന്നല്ല, തീർച്ചയായിട്ടും അവർക്കും അവരെയും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മൈഗ്രന്റ് പോപ്പുലേഷന് വേണ്ടിയാണ്. അപ്പൊ ആരാണ് ഈ ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് ദർ ഈസ് എ ലിങ്ക്, ജനറ്റിക് ലിങ്ക് ഉണ്ട്. നോട്ട് വെരി ഫാർ, മേ ബി 1 or 2 years. ആരാണ് ഈ മൈഗ്രന്റ്? ഒന്ന് ബ്രിക്ലിൻസ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കുറവായിരിക്കും ഇപ്പൊ ഈ റീസെന്റ്. അതായത് മറ്റു നാടുകളിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബ്രിക്ക് ഫാക്ടറി, ബ്രിക്ലിൻസ്, അവര് ഇങ്ങനെ വന്ന് ക്യാമ്പ് ചെയ്ത് അവരൊരു ഇൻഡസ്ട്രി ആയിട്ട് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റ്സ് നമ്മുടെ കേരളത്തിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഫ്ലാറ്റുകൾ പണിയാണ്, ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് പണിയാണ്. ഇപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്രധാന വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് മൈഗ്രൻസ് തന്നെയാണ്. പിന്നെ സ്ലംസ് വിത്ത് മൈഗ്രേഷൻ, പ്രധാനമായിട്ടുള്ള സ്ലംസ് ഉണ്ട് ബ്രിഡ്ജസിന്റെ സൈഡിലും, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ മറ്റ് സ്ഥലങ്ങൾ, പബ്ലിക് സ്പേസസിലൊക്കെ സ്ലംസ് ഇങ്ങനെ കൂടി വരികയാണ്, പ്രത്യേകിച്ച് അർബൻ ഏരിയാസിൽ. നെക്സ്റ്റ് പിന്നെ നോമാഡ്സ്. നോമാഡ്സ് അവർക്ക് ഒരു പ്രത്യേക തൊഴിലായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് പണിയാനോ കല്ല് കുത്താനോ. അപ്പൊ അവരിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് പോയി ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓക്യുപ്പേഷനാണ് ചെയ്ത് അവർ ചെറിയ ഒരു ഇൻഡസ്ട്രി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി അത് ചെയ്തു. പിന്നെ അതേഴ്സിൽ പ്രധാനമായിട്ടും ഫിഷർമെൻ കമ്മ്യൂണിറ്റിയാണ്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ടെമ്പററി ആയിട്ട് കുറച്ചു നാളത്തേക്ക് ഫിഷിങ്ങിന് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് മൈഗ്രൻസ്. അപ്പൊ ഇതിനെല്ലാം കോഡിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫോംസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൈ റിസ്ക് ഏരിയാസ് എവിടെയാണ്? ഹൈ റിസ്ക് ഫോർ വൈൽഡ് പോളിയോ വൈറസ് ട്രാൻസ്മിഷൻ, large immunity gap, clusters of unimmunized children. പോളിയോ റൂട്ടീൻ വാക്സിനേഷനിൽ പോളിയോ വാക്സിൻ കിട്ടാത്ത കുട്ടികളിൽ there is a chance of infection and transmission. But routine immunization കുറയുമ്പോൾ അവിടെ ഒരു ഇമ്മ്യൂണിറ്റി ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വൈറസ് കാത്തു നിൽക്കുകയാണ്. Then migrants നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ പ്രോബ്ലംസ് ഇൻ സർവേലൻസ്, നോൺ റിപ്പോർട്ടിംഗ്, ലേറ്റ് റിപ്പോർട്ടിംഗ്, ലേറ്റ് കളക്ഷൻ ഓഫ് സ്റ്റൂൾ സാമ്പിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AFP സർവേലൻസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. വയനാടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പേ സർവേലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ടൈംലി ഡിറ്റക്ഷൻ ഓഫ് ദി വൈൽഡ് പോളിയോ വൈറസ്. കറക്റ്റ് സമയത്ത് ഒരു AFP കേസായിട്ട് വന്നു, ഡിറ്റക്ട് ചെയ്തു. ആ പാരാലിസിസ് വന്ന് അല്ലെങ്കിൽ ഫ്ലാക്സിഡ് പാരാലിസിസ് വന്ന ഉടനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് സമയത്തിനകത്ത് സ്റ്റൂൾ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് വൈൽഡ് പോളിയോ വൈറസ് അല്ലാന്ന് ഉറപ്പ് വരുത്തണം. അതാണ് സർവേലൻസ്. ഒരു പക്ഷേ നമുക്കൊരു വൈറസ് കിട്ടുകയാണെങ്കിൽ ദി ആക്ഷൻസ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്. വൈൽഡ് പോളിയോ വൈറസ് വെസ്റ്റ് ബംഗാളില് ജനുവരി 13 ഓൺസെറ്റ് പാരാലിസിസ് വന്നു. റിസൾട്ട് വന്നു, വൈൽഡ് പോളിയോ വൈറസ് ആണെന്ന് അറിഞ്ഞ ഉടനെ on the 6th day they were able to conduct a mop-up campaign. 5 to 6 million under 5 children, അതായത് നിങ്ങളെ
ഇന്ന് അറിയിക്കുകയാണ്, അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അറിയിക്കുകയാണ്, ഇവിടെ സപ്പോസ് അൺഫോർച്ചുനേറ്റ്ലി വയനാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കാൻ കേസ് ഉണ്ടെങ്കിൽ 6ാമത്തെ ദിവസം നിങ്ങൾ ഒരു പൾസ് പോളിയോ നടത്താൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ അവർ ചെയ്തത്. സോ ഓൺ ദ 6th day you should be able to do the mop-up campaign. അങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ പബ്ലിക് ഹെൽത്ത് ഡിസാസ്റ്റർ ഫോർ കേരള ഇഫ് ഇറ്റ് ഹാപ്പൻസ്, ആൻഡ് വി ഷുഡ് അവോയ്ഡ് ദാറ്റ്. And the response would be enormous, an unprecedented response ആയിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ AFP കറക്റ്റ് സമയത്തിന് റിപ്പോർട്ട് ചെയ്യുക, സ്റ്റൂൾ കളക്ഷൻ എടുക്കുക, സെൻഡ് ഇറ്റ് ടു NIV Bangalore so that we are able to detect the wild polio virus on time. നമ്മൾ ആ ടൈമിൽ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? The virus will get time to multiply and become an outbreak. It would be too late. നമുക്കറിയാം 1:1000 വരെ സബ് ക്ലിനിക്കൽ കേസസ് വരാം. ഒരു കേസ് പോളിയോയ്ക്ക് ചിലപ്പോൾ 1000 സബ് ക്ലിനിക്കൽ കേസസ് വരെ വരാം. അപ്പോൾ it will be too late. അതുകൊണ്ടാണ് സർവൈലൻസ് ഉള്ളത്, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് കട്ടിംഗ് ഡൗൺ ദി ഔട്ട്ബ്രേക്ക്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ AFP ഇൻഡിക്കേറ്റേഴ്സ് വയനാട്ടിൽ എങ്ങനെയാണ്? AFP കേസസ് റെസിഡന്റ് കേസസ് വരെ 15 ആണ്. നോൺ പോളിയോ AFP റേറ്റ് 5.9 ആണ്. അത് എബൌട്ട് 2 ആണ് കീപ്പ് ചെയ്യേണ്ടത്. വളരെ നല്ല AFP റേറ്റ് ആണ്. സ്റ്റൂൾ കളക്ഷൻ റേറ്റ് 80%. ഓൺസെറ്റ് തൊട്ട് സ്റ്റൂൾ കളക്ഷൻ വിത്തിൻ 14 days ഓഫ് ഓൺസെറ്റ്. ഓൺസെറ്റ് ഓഫ് പാരാലിസിസ് തൊട്ട് 14 daysനകം കളക്ട് ചെയ്യുന്ന 80%. അതാണ് കട്ട് ഓഫ്. ഇറ്റ് ഷുഡ് ബി above 80. നോട്ടിഫിക്കേഷൻ വിത്തിൻ 10 days ഓഫ് ഓൺസെറ്റ് 87% ആണ്. 80% ആണ് കട്ട് ഓഫ്. ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 48 hours ഓഫ് നോട്ടിഫിക്കേഷൻ 87% ആണ്. കട്ട് ഓഫ് ഇസ് 80%. So Wayanad is doing well. Stool collection maybe because of the geographical area and difficulties it is acceptable, but it should be above 80. Next. പിന്നെ കഴിഞ്ഞ വർഷത്തെ ചില ഫീഡ്ബാക്ക്, no marking of the child in spite of vaccination. നമ്മുടെ എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് വന്നിട്ട് അവർ തന്ന ഫീഡ്ബാക്ക് ആണ്. കുറച്ച് കുട്ടികൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചൈൽഡ് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു മാർക്ക് വേണം, ഫിംഗറിൽ മാർക്ക് വേണം. ഒരു പക്ഷെ മാഞ്ഞു പോകാം, പക്ഷെ മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ടെക്നിക്ക് പറഞ്ഞുതരാം. പിന്നെ വാക്സിൻ വയൽ മോണിറ്ററിംഗ് ട്രെയിനിങ് ഇഷ്യൂസ്. വാക്സിനേറ്റേഴ്സിന് വാക്സിൻ വയൽ മോണിറ്റർ നോക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. പ്രോപ്പർ ഹൗസ് മാർക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് വന്നപ്പോഴത്തേക്ക് മൈക്രോ പ്ലാൻ കാണിച്ചു കൊടുക്കാനില്ലായിരുന്നു. സോ ഇല്ലാത്തത് കൊണ്ട് ദേ ഹാഡ് മാർക്ക്ഡ് ഇറ്റ് ആസ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ദേ ഹാഡ് നോ മൈക്രോ പ്ലാൻ വെൻ ദി സൂപ്പർവൈസേഴ്സ് ഹാഡ് കം. സോ ദീസ് ആർ ദി മെയിൻ ഇഷ്യൂസ്. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാനും ദിസ് ഇയർ യു ഷുഡ് ട്രൈ. പിന്നെ നെക്സ്റ്റ്. അപ്പോൾ എന്താണ് ഈ IPPI? IPPI എന്ന് പറയുന്നത് ഇന്റൻസിഫൈഡ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് NIDs ഓർ SIDs. നമുക്ക് ഇമ്മ്യൂണൈസേഷൻ 2 തരത്തിലുണ്ട്: റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് സപ്ലിമെന്ററി immunization. Supplementary immunization, that is, in addition to the routine, we are supplementing it. That is called SID or NID, National Immunization Day. അതാണ് സപ്ലിമെന്ററി ഡോസ് ആണ് നമ്മൾ പൾസ് പോളിയോ ആയിട്ട് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഇന്റൻഡഡ് മാസ് കവറേജ് അറ്റ് വൺ ടൈം to all children 0 to 5 years irrespective of previous immunization status. Routine immunization എടുത്തിട്ടുണ്ടെങ്കിലും irrespective of that status we are giving a supplementary vaccine. ഇതെല്ലാം നിങ്ങൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. എന്നാലും just to refresh your memory and to do better. So the objective, ഇതിന്റെ ലക്ഷ്യം, പൾസ് പോളിയോയുടെ ലക്ഷ്യം മാസ്സായിട്ട് രാജ്യത്ത് ഒട്ടാകെ
അണ്ടർ 5 കുട്ടികൾക്ക് ഒരേ സമയത്ത് ഒരേ ദിവസത്തില് ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക. സോ ദാറ്റ് എവിടെയെങ്കിലും വൈൽഡ് പോളിയോ വൈറസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദ ട്രാൻസ്മിഷൻ ഓഫ് ദാറ്റ് വൈൽഡ് വൈറസ് വിൽ ബി കട്ട് ഡൗൺ. നെക്സ്റ്റ്. ഓക്കെ, കമ്മിങ് ടു ദി മൈക്രോ പ്ലാൻ. നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് ഡെയിലി പ്ലാനിങ്, നാളെ രാവിലെ അവിടെ പോകണം, ഇവിടെ പോകണം, നാളെ ഹോളിഡേ ആണ്, രാവിലെ ഇന്ന് ചെയ്യണം, ഉച്ചയ്ക്ക് ചെയ്യണം, വൈകിട്ട് ചെയ്യണം, വീട്ടുകാരെ കുറച്ച് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ when we go for a large scale public health campaign അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ we need to plan properly. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെഹിക്കിൾ, നമ്മുടെ കോൾഡ് വാക്സിൻസ്, നമ്മുടെ ഐസ് ബോക്സസ്, വാക്സിൻ ക്യാരിയേഴ്സ്, ഇതെല്ലാം നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് മെയിൻലി നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. വേസ്റ്റേജും മറ്റു പ്രശ്നങ്ങളും ഒഴിവാക്കും. അപ്പോൾ കീ സ്റ്റെപ്സ് ഓഫ് NID പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മൈക്രോ പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് റിവ്യൂ ചെയ്യുക. പിന്നെ ട്രെയിനിങ് ഓൺ ഓറിയന്റേഷൻ ഓഫ് വാക്സിനേറ്റേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. ഇതൊരു TOT കൂടെയാണ്, ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സും കൂടെയാണ്. മെഡിക്കൽ ഓഫീസേഴ്സും സൂപ്പർവൈസേഴ്സും യു വിൽ ബി ഇൻവോൾവ് ഇൻ ട്രെയിനിങ് യുവർ vaccinators who will be going to the booth and the house to house activity. അപ്പോൾ അതിനും അത് ചെയ്യേണ്ടി വരും. നിങ്ങളാണ് അതിന്റെ ലീഡേഴ്സ്. പിന്നെ ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് മീറ്റിംഗ്സ്, IEC സോഷ്യൽ മൊബിലൈസേഷൻ, വിത്തൗട്ട് വിച്ച് അവർ പ്രോഗ്രാം വിൽ ബി എ ഫെയിലിയർ അല്ലെ. വി നീഡ് ടു ക്രിയേറ്റ് അവയർനെസ്, increase their awareness and mobilize the community, mobilize the population to come and receive this vaccination. It is very important. Monitoring and feedback. നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു, ഇനി എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് റിവ്യൂയിങ് ഇറ്റ്. ഇതാണ് ആ പൾസ് പോളിയോയുടെ ആ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ. മൈക്രോ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ട്രെയിൻ ചെയ്യുക. ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് മീറ്റിംഗ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇന്റർസെക്ടറൽ കോർഡിനേഷൻ വേണം, IEC വേണം, ഇംപ്ലിമെന്റ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് ചെയ്യണം. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പൾസ് പോളിയോ ദിവസങ്ങളിൽ നടക്കുന്നത്? Day 1 generally it's a Sunday, that is the booth activity. Monday, day 2, house to house visit. Tuesday, day 3, again house to house visit. During the visits, all the houses are visited and all the under 5 children are administered OPV if they have not received on day 1. Search and vaccinate the missed children. അപ്പോൾ പൾസ് പോളിയോ 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. Day 1 Sunday booth activity, day 2 day 2 and day 3 house to house activities. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്നാണ് ഈ പൾസ് പോളിയോ നടക്കാൻ പോകുന്നത്? ഞങ്ങൾക്കും തീർച്ചയാക്കിയിട്ടില്ല. അൺഒഫീഷ്യലി February 19th ആണ്. വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് January 8th. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വിളിച്ച് വേണം നമുക്ക് പെട്ടെന്ന് നടത്തണം. January 8. അപ്പോൾ എന്തോ വാക്സിൻ പ്രൊക്യൂർമെന്റും തന്നെ ഗ്ലോബലി വാക്സിൻ പ്രൊക്യൂർമെന്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ January 22 ആയി, 29 ആയി. അപ്പോൾ KGMOക്കാരുടെ മീറ്റിംഗ് പ്രശ്നമായി. പക്ഷെ അതൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഫൈനലി ബംഗാളിലാണ് ജനുവരിയിൽ നടക്കുന്നത്. ഫൈനലി ലക്കിലി ഇറ്റ് ഈസ് നോട്ട് കോയിൻസൈഡിങ് വിത്ത് ദോസ് ഡേറ്റ്സ്. February 19th പ്രിലിമിനറി ഇന്ന് രാവിലെ കിട്ടിയത്. ഒഫീഷ്യലി നെക്സ്റ്റ് വീക്ക് അറിയാൻ പറ്റും, Monday, Tuesday. അപ്പോൾ February 19th നമ്മൾ we can take it. February 19th is day 1 booth activity. February 20 and 21 house to house. Next. പിന്നെ ജനുവരിയിൽ അല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതായത് ഇതിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ഒരാളുടെ തീരുമാനമല്ല, ഒരു ഓർഗനൈസേഷന്റെ തീരുമാനമല്ല, ഒരു സ്റ്റേറ്റിന്റെ തീരുമാനമല്ല, ഒരു റീജിയന്റെ തീരുമാനമല്ല. ഇത് ഇന്ത്യയുടെ ഒരു തീരുമാനമാണ്. ഇന്ത്യ ഒട്ടാകെ ഒരു ദിവസം നടത്തണമെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പല ഇഷ്യൂസ്, റിലീജിയസ്, then other programs, പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, election campaign, പിന്നെ ഇൻഡസ്ട്രി, ക്ലൈമറ്റ്,
ഡൽഹിയിലൊക്കെ ഇപ്പോൾ തണുപ്പാണ്. സോ മെനി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പോയി റിലാക്സ് ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വേണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, എനിക്കൊരു സംശയമില്ല. പക്ഷേ പ്ലീസ് കീപ് ഇറ്റ് ഇൻ. ഫെബ്രുവരിയിലാണ് എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്യരുത്. പ്ലാൻ അഹെഡ്. വി ഹാവ് സ്റ്റിൽ ആംപിൾ എമൗണ്ട് ഓഫ് ടൈം ഫോർ പ്ലാനിങ്. നെക്സ്റ്റ്. അപ്പോൾ ബേസിക് ഡാറ്റ ഫോർ റിവ്യൂ ഓഫ് മൈക്രോ പ്ലാൻസ്. പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, അണ്ടർ 5 പോപ്പുലേഷൻ. നേരത്തെ അജയ് സാർ പറഞ്ഞു, നമ്മുടെ ടാർഗറ്റ് അണ്ടർ 5 പോപ്പുലേഷൻ വെച്ചിട്ടാണ്. ഇപ്പോഴും സ്റ്റേറ്റിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ കഴിഞ്ഞ വർഷത്തെ പൾസ് പോളിയോയിൽ അച്ചീവ് ചെയ്ത നമ്പറാണ് അണ്ടർ 5 പോപ്പുലേഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പല സർവേ നടന്നിട്ടുണ്ടെങ്കിലും അത് എടുക്കണ്ട. യു ഗോ ബൈ ദ പ്രീവിയസ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡാറ്റ അണ്ടർ 5 പോപ്പുലേഷൻ. ഓക്കെ, നൗ നേരത്തെ പറഞ്ഞതുപോലെ പെർസെൻറ്റേജ് അച്ചീവ്മെന്റ് നിങ്ങൾ വറി ചെയ്യേണ്ട. ട്രൈ ടു കവർ മാക്സിമം നമ്പർ. ഇപ്പോൾ 1,00,000 കുട്ടികളാണ്, 1,05,000 10,000 ആയാലും കുഴപ്പമില്ല. യു കവർ ദ മാക്സിമം. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നോ ചൈൽഡ് ഷുഡ് ബി left. All children 0 to 5 should be immunized. അപ്പോൾ don't worry about the percentages. Go for the maximum number. എവിടെയൊക്കെ ഉണ്ടോ, എവിടെയൊക്കെ വാക്സിൻ, എവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ സെർച്ച് ചെയ്ത് അച്ചീവ് ചെയ്യാൻ നോക്കാം. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ്. ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലും എത്ര വീടുകൾ ഉണ്ട്, അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഓബിയസ്ലി മാപ്പ് ഓഫ് ദ ബ്ലോക്കിന്റെ മാപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ മൈഗ്രന്റ് പോപ്പുലേഷൻ. വയനാട്ടിൽ എങ്ങനെയാണ് കുറവാണ്, ഉണ്ട്, മൈഗ്രന്റ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മൈഗ്രന്റ് പോപ്പുലേഷൻ വയനാടുണ്ട്. എല്ലാ ബ്ലോക്കിലും കാണണമെന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വി ഐഡന്റിഫൈ ദം, ലിസ്റ്റ് ദം ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ അവർ മൈക്രോ പ്ലാൻ. അപ്പം ഓക്കെ, വെൽക്കം ടു ദാറ്റ്. പിന്നെ അവൈലബിൾ സൂപ്പർവൈസേഴ്സ്, വാക്സിനേറ്റേഴ്സ്, അവൈലബിൾ കോൾഡ് ചെയിൻ, അവൈലബിൾ vehicles. Revise them, identify them, ensure orientation of vaccinators and supervisors. This is also very important. There are some training issues. During the presentation I will talk about some training issues. നമ്മൾ വാക്സിനേറ്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റി, ബൂത്ത് ആക്ടിവിറ്റി നടക്കുമ്പോൾ ചെയ്യുന്നത് വാക്സിനേറ്റേഴ്സ് ആണ്. അവർക്ക് യു ഷുഡ് ട്രെയിൻ how to conduct a booth activity, how to conduct a house to house activity. So it is a training issue, and different levels and different monitors will be coming, different supervisors will be coming. So volunteers അല്ലെങ്കിൽ വാക്സിനേറ്റേഴ്സിനെ വാക്സിനേറ്റർ ടീംസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പല ലെവലില് ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടേതായിട്ടുള്ള മോണിറ്റേഴ്സ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൂപ്പർവൈസേഴ്സ്, മെഡിക്കൽ ഓഫീസേഴ്സ്, പിന്നെ ഡിസ്ട്രിക്റ്റിന്റെ മോണിറ്റേഴ്സ്, സ്റ്റേറ്റ് മോണിറ്റേഴ്സ്, DHS ആൾക്കാർ വന്ന് they will be checking. Then WHO monitors, we do not know. Then external monitors recruited by the World Health Organization, other bodies like UNICEF. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് whether we are doing the job well. So we need to do our job very well, and not because of the supervisors but for the children. Next. Then conduct of district task force meeting, communicating with the community and involving them, then arranging banners, posters, transport, then route charts. Every vehicle should have a route chart. Distribution of vaccines, supervision, collection and compiling of reports, analyzing and reviewing and feedback. ഓരോ ദിവസത്തെ ആക്ടിവിറ്റിയും ഡെയിലി നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതാണ്. സൂപ്പർവൈസേഴ്സിന്, മെഡിക്കൽ ഓഫീസേഴ്സിന് അറിയാം. ഡെയിലി കൺസോളിഡേറ്റീവ് റിപ്പോർട്ട് ഡിസ്ട്രിക്റ്റിന് അയക്കണം, അല്ലെ? സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെയ്ത ജോലിയെ, വാക്സിനേറ്റേഴ്സ് ചെയ്ത ജോലിയെ സമ്മറൈസ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് വി ഷുഡ് സേ ദിസ് ഇസ് വാട്ട് വി ഹാവ് ഡൺ. Next day, same thing. And finally, analyze yourself. വേറൊരാളെ അനലൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. സെൽഫ് അനാലിസിസ്. How can we improve the next round? Every year we have 2 rounds.
Then for rural areas to be given specific importance in microplan, that is rural areas. Difficult areas. Plenty of difficult areas, difficult to reach, accessibility problems. Hamlets are small populations, small households living together. Then use the prominent persons of contact. Use their, make them aware and use those people to reach them. For urban areas, slums, pavement dwellers, construction sites and new settlements include households on upper floors. Terrace migrants temporarily just make sure that they are also included. Names of local residents, welfare organization, community leaders, involve definitely these community leaders because they are a key player in public health. Involve the ward member, the panchayat member, the president and all that. So they will definitely help. They will be really interested. We just have to approach them and say, we have a program, please help us. And they are very happy to do this. Okay. Next. And now, coming to the planning forms. 2 sets of forms have been distributed. Please check your file. 2 set forms കൊടുത്തിട്ടുണ്ട്. ഒന്ന് for the institution, that is the routine planning form, and the second set is the planning form for migrants. Migrants ne vendi separate ആയിട്ട് ഉണ്ട്. അപ്പോൾ please take the routine planning manpower planning form number 1. Okay. About the second set is കൂടുതൽ importance, പക്ഷേ second set fill ചെയ്യണമെങ്കിൽ we must understand the first set, and second set is basically for migrant, the same process to be done for that. എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നു, പക്ഷേ just to refresh your memory and to make it better. പ്രധാനമായിട്ടും 5 കോളങ്ങളുണ്ട്. മാൻ പവർ പ്ലാനിംഗ് ഫോം, ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ആ മാൻ പവർ അല്ലെങ്കിൽ മാനും വുമണും പറയാൻ പാടില്ല, അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഫോം എന്നാണ് പറയുന്നത്. അപ്പോൾ how much we need, how many people do we need, and where will we use them. അപ്പോൾ പ്രധാനമായിട്ടും 5 മേജർ കോളംസ് ഉണ്ട്. ബൂത്ത് ആക്ടിവിറ്റി, ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റി, ട്രാൻസിറ്റ് പോയിന്റ്സ്, മേളാസ് ആൻഡ് മൊബൈൽ ടീംസ്. Booth activity, house to house activity, transit point, melas and mobile. Booth activity on Sunday. അല്ലേ? അത് എത്ര വേണം, എത്ര സൂപ്പർവൈസേഴ്സ് വേണം, I'll go into detail. House to house, എത്ര ഹൗസസ് ഉണ്ട്, ഈ ഹൗസസ് കവർ ചെയ്യാൻ എത്ര ടീംസ് വേണം, എത്ര അവരെ സൂപ്പർവൈസ് ചെയ്യാൻ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആണ്, സൂപ്പർവൈസ് ചെയ്യാനുള്ള എത്ര സൂപ്പർവൈസേഴ്സ് വേണം. Similarly, transit points and melas and bazaars, mobile team. Yesterday, same workshop was done in Malappuram, and they are having a craft mela. So that comes under this mela, but it will be over before our pulse polio. So a lot of people from other districts, Tamil Nadu, Karnataka and all that, they are coming to sell their show and sell their craft. Okay, next question. Now, so 5 sections: vaccination teams, mobile teams, transit teams, research teams and supervisors. Next. So we must plan for the booth activity, house to house activity, transit, melas and mobiles. Next. Okay. Team members. Okay. Next. Okay. Now the first major column. നമുക്ക് എത്ര ബൂത്ത് വേണം, എത്ര ഓരോ ബൂത്തിലും എത്ര വാക്സിനേറ്റേഴ്സ് വേണം, എത്ര സൂപ്പർവൈസേഴ്സ് വേണം എന്നുള്ളതാണ്. So to start with the key information, that is the population of under 5 children in your area. For every 125 children, there should be 1 booth. Okay. That's clear. But in places like Wayanad,
you can go for a lesser number. Maybe in rural areas and difficult areas, 100 കുട്ടികൾക്ക് ഒരു ബൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഒരു ബൂത്തില് ഒരു ടീം ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ടീം എന്ന് പറഞ്ഞാൽ എത്ര പേര് കാണും? 2 പേര് കാണും. ഓക്കെ, ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ വേണം. ഈ ഒരു സൂപ്പർവൈസേഴ്സിന് എത്ര ടീം കൊടുക്കണം? 10. Generally it is 10, maybe 8 depending upon that, maybe 12. But generally we go by the rule 10 teams in a supervisor, maybe 11, maybe 12 teams in a program depending upon the resources. Each booth should have 2 trained personnel, each personnel to be identified by names and roles. Booth രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫോംസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ബൂത്തും ആക്ടിവിറ്റിയും മെൻഷൻ ചെയ്തു പോകാം. അതർവൈസ് ഇറ്റ് വിൽ ബി ടു ബോറിംഗ്. ഫോംസ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാകും. അപ്പോൾ ഫോം 1 മാൻ പവർ പ്ലാനിംഗ് ഫോം, 5 കോളംസ് ഉണ്ട്. ആ ബൂത്ത് ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അണ്ടർ 5 പോപ്പുലേഷൻ എത്ര? 100. വയനാടിന് 100 അണ്ടർ 5 ചിൽഡ്രന് ഒരു ബൂത്ത്. ഒരു ബൂത്തിന് 2 ട്രെയിൻഡ് ഓൾറെഡി വാക്സിനേറ്റേഴ്സ്, 10 ടീംസിന് ഒരു സൂപ്പർവൈസർ. ആ ഇക്വേഷൻ മനസ്സിലായല്ലോ എവരിബഡി? ഓക്കെ, നൗ നെക്സ്റ്റ് സെയിം തിങ്. പിന്നെ രണ്ടാം മാൻ പവർ നെക്സ്റ്റ് മാൻ പവർ പ്ലാനിംഗ് ഫോം 1ന്റെ സെക്കൻഡ് മേജർ കോളം എന്ന് പറയുന്നത് ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ രണ്ടാമത്തെ കീ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ് ഇൻ ദി ഏരിയ. അപ്പോ 120 വയനാട്ടില് 100 ഹൗസസിന് ഒരു ഹൗസ് ടു ഹൗസ് ടീം വേണം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ് ഇൻ ദാറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ, here it's 125, divided by 100, you will get the number of house to house teams required. Then this house to house teams are supposed to visit on 2 days. So you divide it again by 2 days. That is the days of activity. You will get 100 per team per day. Okay. Total houses divided by 100, you will get the total house to house teams required. That can be split into 2 days. Okay. രണ്ടാമത്തെ കോളം ഫിൽ ആയല്ലോ. നെക്സ്റ്റ് ഗോ ബാക്ക്. സിമിലർലി മൂന്നാമത്തത് ട്രാൻസിറ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, ട്രാൻസിറ്റ് പോയിന്റ്സ് സിമിലർലി ജസ്റ്റ് ലിസ്റ്റ് വാട്ട് ആർ ദീസ് ട്രാൻസിറ്റ് സൈറ്റ്സ്. ഐ കം ടു ഇറ്റ് ലേറ്റർ. Buses, bus stands, railway stations. അതായത് people come, stay there for a particular time and go to some other, maybe go to their houses, maybe go to another station. So transit is a temporary meeting point. Next. So revising form 1 manpower planning form, 5 പ്രധാന കോളങ്ങളുണ്ട്. First, booth activity to house activity, transit, melas and mobile teams. Mobile teams may be required here more because of the geographic problem. Equations are revised, you know. It's clear. Team by day, total teams divided by 2 because 2 days of activity. ഇല്ല, ഡിവൈഡ് ഓരോ ദിവസവും എത്ര ടീം വേണം? ഓരോ ദിവസവും എത്ര ടീം വേണം? And this same team can be used on day 2 also. Okay. അല്ല, നമ്മൾ ഓരോ ദിവസമാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാൻ പവർ ഫോർ ഈച്ച് ഡേ. അതുകൊണ്ടാണ് ബൂത്ത് ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തത്. ഓരോ ദിവസവും ഇത്ര ടീംസ് വേണം, അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. The same team can be used on day 2 also. Okay, is that clear? I think you have been doing it, isn't it? So it is just a revision. Now coming to the another important form, that is form 2.
This is called vaccine and cold chain planning form. Okay. The reason why we are doing this every year is that you should improve yourself, and you should be able to understand what the vaccinators, what the teams, what the booth members are coming and bringing it to you. And when the supervisors and the MOs sit and finalize this, they should also understand what they are doing, isn't it? Otherwise, they have to sign it and send it to the district. From the district, it has to go to the state. So that is the whole purpose. Maybe you are not going to manually do everything. The people will come, give the result to you. അത് മനസ്സിലാക്കാനും അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനും ശരിയായിട്ട് അത് സൈൻ ചെയ്യണം. The medical officer of that institution should sign. So that is also very important with the help of the supervisor. So that is why we are having it every year. So it is very crucial that we generate a good data. So this is form 2. So vaccine and cold chain planning form. Here, so ഇവിടെയും പ്രധാനമായിട്ട് 4 columns under vaccine carriers, cold boxes, functioning and ice packs. അതിന് മുമ്പേ vaccine carriers മുമ്പേ very important calculation of doses of OPV and the number of vials required. Next. So this is very important because we must utilize this. I already told you that there is a shortage globally of OPV vaccine, difficulty in procurement and distribution. So this valuable resource, this OPV, we must use it judiciously. We should not waste it. So first, to fill the previous form, that form number 2, we must have the under 5 population. That is our target population. Okay. Now, to calculate the OPV doses required per round, number of doses of OPV. We know, all of you know that if there are 100 children, how many doses of OPV are required? 100 doses. 100 കുട്ടികൾക്ക് 100 ഡോസ് കൊടുക്കണം. ആ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ വെച്ച് പോയാൽ നമുക്ക് എന്ത് പറ്റും? ഒരു പക്ഷേ ഷോർട്ടേജ് വരും, ഒരു പക്ഷേ വേസ്റ്റേജ് വരും. മീൻസ് ഒരു പക്ഷേ കുറച്ച് വേസ്റ്റ് ആയി പോയി നമുക്ക് 1-2 പേര്. ഓപ്പൺ വയൽ പോളിസി ഇതിന് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ ഓപ്പൺ വയൽ പോളിസി നോ, ബട്ട് partially and unused vaccines on that day can be used on the next day. That is not an open vial policy. Partially and unopened vials that has been used that is remaining at the end of that day can be used for the next day. That's the policy. There's no open vial policy. Okay. So 100 കുട്ടികൾക്ക് 100 ഡോസ് വേണം. പക്ഷേ നമുക്ക് ആ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളിൽ പോകാൻ പറ്റത്തില്ല because of other issues. We multiply that into a vaccine wastage factor which is 1.27. 1.33 എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടിട്ടുള്ളത്? BCG മറ്റ് വാക്സിൻസ് 1.11 ചിലപ്പോൾ. പക്ഷെ we go by for പൾസ് പോളിയോയ്ക്ക് 1.27 ആണ്, 1.33 അല്ല. So number of children into 1.27, we will get the number of doses of OPV. Now to calculate this, dose comes in vials, isn't it? So we must ask for the number of vials. We need so many vials. Now to get the number of vials, we divide the OPV doses required divided by 20. Why 20? Yeah, 1 vial of OPV can be used for 20 doses or roughly 20 children. Sometimes it is 16, sometimes it is 18, sometimes it's 20, 22 and all that. So on an average it is 20. And this so because of that fluctuation, this 1.27 which we multiplied to get the excess number of doses will take care of this fluctuation. So no need to worry. Okay, so if 100 children, 100 doses, we may find some difficulty. So that is why we go for a 1.27.
multiplication factor. So you'll get the number of OPV vials required. Okay, next. Then from that, the next column in that form is, after the OPV doses required, is the vaccine carriers, number of vaccine carriers. So ideally, how many vaccine carriers do we need? എത്ര ബൂത്ത് ഉണ്ടോ അത്രയും വാക്സിൻ കാരിയർ എന്തായാലും വേണം. എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എത്ര ഹൗസ് ടു ഹൗസ് ടീംസ് വേണം ഉണ്ടോ അത്രയും ഹൗസ് ടു ഹൗസ് ടീംസ് വേണം. അതോടൊപ്പം തന്നെ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും? അവരും ഫീൽഡിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ദേ ആർ ചെക്കിംഗ് ദി ആക്ടിവിറ്റി ഓഫ് ദി volunteers. They should also carry a vaccine carrier in their shoulder or in their vehicle if they have one. Why? If they find any child on the street, they should immunize. If they go to the house and if the child is unimmunized, they should also give the vaccine. So you should take care of that also. പിന്നെ ചില ഡിഫിക്കൽട്ട് ഏരിയാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്രാൻസിറ്റ് പോയിന്റ്സ്, മേളാസ്, ബസാർസ് ആൻഡ് മൊബൈൽ ടീംസ്, അതിനെല്ലാം കൂടെ ആലോചിച്ചിട്ട് വേണം നമ്പർ ഓഫ് വാക്സിൻ കാരിയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദർ ഇസ് നോ ഫോർമുല, പക്ഷേ it is the supervisor's duty to judiciously calculate. And not like you have 20 teams and you ask for 40 vaccine carriers. It's not practical. So അവിടെ ഒരു management issue ഉണ്ട്, ഒരു resource management issue ഉണ്ട്. But use it judiciously. Maybe it's not 20 equal to 20 teams is not equal to 20, but 24, 25, 20, maybe maximum 30 you can ask. Then the functioning of ILRs. I know there are some issues and all that. Then we have an ILR technician here. I met him last time. Maybe you can help if get it repaired and things like that. Okay. Then ice packs. One vaccine carrier. How many ice packs? 4. But on the day of vaccine, you can put in one more also inside. The 5th one inside the middle to keep the vaccine outside. But do not take it from those 4 vaccine here. ഈ ഐസ് പാക്സ്, 4 ഐസ് പാക്സ് വാക്സിൻ കാരിയറിനകത്ത് തന്നെ ഉണ്ടാവണം. പുറത്ത് വെക്കാൻ വേണ്ടി ഐസ് പാക്ക് വേണമെങ്കിൽ യു ടേക്ക് 1 extra inside the, keep it in the middle of the vaccine carrier and take it out. Suppose ഒരു വാക്സിൻ കാരിയർ ഇല്ല, ഇമ്മീഡിയറ്റ്ലി ഒരു ടീമിന് കൊടുക്കണം. സംഭവം പറഞ്ഞെന്ന് പറയരുത്. You can take it in a casserole അറിയാം, നമ്മൾ ആഹാരങ്ങളൊക്കെ ചൂടാക്കി വെക്കാൻ. അതിനകത്ത് ഐസ് പാക്ക് വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. പക്ഷെ do not use tiffin box, do not use any other thing. Please do not use it. Use some type of a flask or a casserole like where the cold chain can be maintained. And always check for the vaccine viral monitor. I'll come to that. Okay, next. Okay. Next is form number 3, the logistics and transport planning form. That is, we have the children, we have the vaccine, we have the vaccine carriers. Now we need some other activity also, isn't it? We have some other, like P-sweep tally sheet. These are for the supervisors. Then vaccine tally sheets, OPV vial openers, then all those things, marker pens, vehicles, and other things, transport and all that. So this again, there is no rule, but write it judiciously, depending upon your need, your difficulties, and all that. Okay. And okay, next. So transport needed for travel of supervisors. At noon, supply of ice packs, supplying OPV, miking for mobile teams may be required for several days, and every vehicle should have a route chart. It's not that today you go to Sultan Bathery in the morning, like in 10 o'clock, give the vaccine, come back again, go back there for some other reason. So the vehicle should be planned, because petrol, oil and other lubricants, the amount is very limited and it is difficult to get more money. So please use it judiciously, and the state knows that the money given for POL is very less. So I hope there is some improvement.
Then planning, again form 3, chalk, 10 to 20 chalk pieces per house to house teams. Why do they need this chalk? For marking the houses. Then genital violet is not given now. Marker pen, 2 per team and 1 per supervisor. So you can calculate the number of teams and supervisors. You can tally sheets, 1 or 2 per team per day. Then all those X information sheets, supervisor, all those things can be one per team per day, and supervision also 1 sheet per day per supervisor. Then vial openers, I think you already have them, most of the institutions, vial openers, no. Maybe you can ask for the excess one if you don't, if there is a deficiency. Okay, then badges and all that. Next please. I don't know about that because the type of vaccine and probably it is a glass vial. Next. Then coming to the form 4B. 4A, very, very important for the execution of our activities. This is called the booth planning template. Okay. So, from the under 5 population, you have calculated the number of booths. So, including your transit points, mobile melas and all those migrant sites, you suppose say you need 30 teams. So write, 30 booths. Okay. So write the booth number 1, booth location. Write it legibly and clear with a landmark so that somebody who can trace it out can come and find this thing. Where is this booth located? Then name of the team members and name of local influencers. Why? So that they can also go to find these people and able to mobilize it. Give them a support. When you see a ward member standing in the booth, people really appreciate because their community leader is involved in that. And I think a lot of our work regarding reaching the people can be easily done by reaching out to these community leaders. Definitely they will help us out. You have a better experience, I guess. So it is very important. Form 4A, booth number, name and location. So that if a supervisor comes, he should be able to find out that booth. Okay, next. So coming to the booth day, OPV vaccine is to be given to all children 0 to 5 years. Create a festive atmosphere at the booth. പണ്ടൊക്കെ ഭയങ്കര ഫെസ്റ്റീവ് മൂഡായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ബിക്കോസ് ഓഫ് പ്രോഗ്രാം ഫെറ്റീഗ്, ബിക്കോസ് ഓഫ് അതർ റീസൺസ് എല്ലാ വർഷവും ചെയ്ത് ഇപ്പോൾ മടുത്ത് ഇതെന്നാ തീരുന്നത്. അൺലെസ് there are various epidemiological reasons for stopping IPVI, but unless we have a certification, we cannot stop it all over India. Maybe we can expect a regional wise stopping of this thing, but unless the migrants are catered, unless they are vaccinated, we cannot stop it. And then do adequate prior social mobilization and information, IEC and social mobilization that need to be done, the dates of immunization at the booth, the location of the booths, the benefits of receiving OPV. Next. And എവിടെയൊക്കെ ആയിരിക്കണം? This booth should be prominent and easily identifiable and most of all easily accessible. അല്ലേ? പിള്ളേർക്കും കുട്ടികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും എത്താനും പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കണം. Parents should not walk for long distances. Not more than one booth should be located in the same building or premises unless it is a transit site. Okay. Then booths should be located in crowded locations to cover transit populations. Next. Okay, the same thing. Booth endake venam. One vaccine carrier with 4 frozen ice packs, adequate OPV vials. How do we know that's adequate? ഒരു ബൂത്തിൽ
ഇത്ര വയൽസ് മതി അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെ, നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ഡോസസ്, നമ്പർ ഓഫ് വയൽസ്. Pen to mark tally sheets. Then the marker pen, vial opener, banners and posters. Next one. Start the booth in time and in orderly manner. When you train your vaccinators, be very sure they reach there at least 10 to 15 minutes before that, before 8 a.m. Start on time and do it in an orderly manner. Like അതൊരു ലോക്കൽ മാനേജ്മെന്റ് പ്രിൻസിപ്പളാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. There is one point of entry, one point of exit. It's not like, people election പോകുമ്പോൾ അറിയാലോ, നമുക്ക് ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്ത് മറ്റേ സൈഡിൽ കൂടെ പുറത്തോട്ട്. സിമിലർലി ഒരു ഫാഷൻ അവിടെ വേണം. So supervisors, please tell them when you train them also, please tell them. Then open only one vial of OPV and keep it outside. The ice pack should not be removed from the vaccine carrier. നാലെണ്ണത്തിൽ ഒരെണ്ണം പോലും പുറത്ത് വെക്കാൻ പാടില്ല. Then one member of the vaccination team at the booth shall receive the children, immunize them and mark their little finger. The second member shall record the information on the tally sheet, remind the parent of the next date of IPPI round and remind the parent to continue routine immunization. About booth activity, the actions എന്തൊക്കെയാണ്? ഒരു ബൂത്തില് 2 വോളണ്ടിയേഴ്സ്, ഒരു ടീം 2 വോളണ്ടിയേഴ്സ്. ഈ 2 പേർക്കിലും ഒരു ഹയറാർക്കിയൽ ഡിഫറൻസ് ഇല്ല. ബോത്ത് ആർ ഈക്വൽ. ദേ ക്യാൻ make their own shifts. Okay. ഒരാള്, the vaccinator will receive the child and the parent, vaccinate, give the dose of OPV and mark the small little finger on the left and go to the other person, the team member 2. Now what does the team number 2 do? രണ്ടാമത്തെ ആൾ എന്തൊക്കെ ചെയ്യണം? ടാലി ഷീറ്റിൽ ടിക്ക് ചെയ്യണം. അടുത്ത IPPI റൗണ്ട്, അടുത്ത പൾസ് പോളിയോ റൗണ്ട് എന്താണെന്ന് വ്യക്തമായി പറയണം. റുട്ടീൻ ഇമ്മ്യൂണൈസേഷനെ പറ്റിയും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അതായത് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ റുട്ടീൻ ഇമ്മ്യൂണൈസേഷനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നെക്സ്റ്റ്. In the afternoon, one of the team member considering the children road. സാധാരണ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ കുറവാണ്. For like 2 to 3 സൂര്യ നട്ടുച്ച കഴിഞ്ഞുള്ള സമയത്ത് കുട്ടികൾ കുറവാണ്. During that time, the other person can go and visit the houses and mobilize. കുട്ടികളായിട്ട് വിളിച്ച് കൊണ്ടുവരാൻ. Avoid recording of unnecessary information, name, age and height and weight and all that. Suppose ആശാ വർക്കറിന് ഇന്ന കുട്ടിയുടെ വെയിറ്റും ഹൈറ്റും ഡീറ്റെയിൽസും കിട്ടിയില്ല, ഒരു കാര്യം ചെയ്യാം, ആ കുട്ടി എന്തായാലും വന്നതല്ലേ, ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്ന് എഴുതിക്കോട്ടെ. It should not be done. It should categorically not be done because it's wastage of resources, wastage of time, and other children may be waiting to receive the dose of OPV. So it is very important. വേറെ നമ്മുടെ ഹെൽത്ത് സർവേയുടെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കൂടെ കിട്ടാനുണ്ട്. അതുകൊണ്ട് അതും കൂടെ എഴുതട്ടെ എന്ന് സമ്മതിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്. Okay, so booth 2 activities, marking the children and marking the tally sheet. So where to mark, how to mark and with what. Marker pen ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ. ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായി, ആ ഫിംഗർ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഫിംഗർ. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഇല്ലെങ്കിൽ go for the right hand. Okay, it's very rare but it can happen. Okay, അപ്പൊ എവിടെയാണ് സ്മോൾ ലിറ്റിൽ ഫിംഗർ? എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഹൗ ടു മാർക്ക്? എങ്ങനെയാണ്? ഇൻക്ലൂഡിംഗ് ദ സ്കിൻ, ദ നെയിൽ ബെഡ് ആൻഡ് ദ നെയിൽ. തൊലി, ആ നെയിൽ ബെഡിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട്, പിന്നെ നഖത്തിന്റെ പുറത്തൂടെ സ്ലോലി മാർക്ക് ചെയ്യണം. ചുമ്മാ ഒരു ലൈൻ അടിച്ചു വിടരുത്. കാര്യം വെച്ചാൽ അത് പെട്ടെന്ന് വേസ്റ്റ് ആയി പോവും, പെട്ടെന്ന് മാഞ്ഞു പോവും. സൂപ്പർവൈസർ വന്ന് നോക്കുമ്പോ ഡോസ് കിട്ടിയിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. ഫോൾസ് പി അല്ലെങ്കിൽ ഫോൾസ് പിയെ പറ്റി ഞാൻ പറയാം. അപ്പൊ ഒരു അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ട് കിട്ടി. ഇറ്റ്സ് എ ട്രെയിനിങ് ഇഷ്യൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
Start from the skin, go to the nail bed, wait a few seconds, wait there for a few seconds, draw it on top of the nail and go outside. The direction should not be against the nail bed. Try to teach them that not to go against the nail bed, because you may injure the nail bed of the child. So there is no marking like this. Maybe once or twice you can. If it's not clear, you can do it again. And very important, the nail bed should be marked. Okay, go there and wait so that there is time for absorption of the ink, and then go outside through the top of the nail. Then wait for a few seconds before you leave that finger, so that there is time for drying and the child doesn't put the finger in the mouth or wipe it out. It is very important. It's a training issue when you are conducting your TOT. When you are conducting the vaccinator training. Next, please. The other team member, as I said, should mark on the tally sheet, tell them the next date of IPPI, and tell them about routine immunization. Next. Now, this is the Form 4B. Please check your Form 4B. It is the template for house-to-house planning. ഇത് എന്നത്തേക്കാണ്? ഏത് ദിവസത്തേക്കാണ്? Second day. You are very thorough with that. Very good. So team number 1 on the leftmost column, on the right, name of team member with designation. Designation is not illa. Please write the designation also. Whether she is an Anganwadi worker, she is an ASHA worker, or some other volunteer from the Rotary or something like that. Okay. Then the next column is description of area to be covered. So describe briefly the area where this team is going to visit. And again, very important, name and address of the first house owner with landmark. ഏത് വീട്ടിൽ നിന്നാണ് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് വീട്ടിലാണ് അവസാനിക്കുന്നത്, number of houses in the area, number of local influencers, meeting point before afternoon activity. So this is very, very important. Form 4B. The reason is you have done the planning. Okay, planning the സമയത്താണ് നമ്മൾ പ്ലാനിങ്ങിന്റെ മൈക്രോ പ്ലാനർ റിവ്യൂ ചെയ്യുന്നത്. ഇത് ശരിക്കും ആക്ടിവിറ്റി നടക്കുന്ന ദിവസമാണ്. അന്നാണ് ഞാൻ പറഞ്ഞ പല ലെവൽസ് ഓഫ് സൂപ്പർവൈസേഴ്സ് വരുന്നത്. എവിടെയാണ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. Again, നിങ്ങളുടേതായിട്ടുള്ള സൂപ്പർവൈസേഴ്സ്, മെഡിക്കൽ ഓഫീസേഴ്സ്, district monitors, state monitors, the DHS will be sending, WHO monitors, other agencies, external monitors, പല ലെവൽസിലുണ്ട്. അവരെല്ലാം ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ ഓടി നടക്കുകയാണ്, എവിടെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അസസ് ചെയ്യാൻ വേണ്ടി. അപ്പോ അവർക്ക് day 2 മോർണിംഗ് like 10 o'clock, team number 5 where അവരെവിടെ കാണാനാണ് സാധ്യത. അപ്പൊ അവർ ടീം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ഓക്കെ ഫോം 4B എടുക്കും. ഓക്കെ, യു ഗിവ് ദം ദ ഫോം 4B. ഓക്കെ, ടീം നമ്പർ 5 ഇന്ന ഏരിയയില് 2 പേര്, ഒരു ആശാ വർക്കറും ഒരു അംഗൻവാടി ടീച്ചറും കൂടെ ഇന്ന ഏരിയയില് ഇന്ന വാർഡില് ആ വാർഡിന്റെ ഇന്ന ഏരിയയില് പോയിട്ടുണ്ട്. So they will take the vehicle there, go there and check. Are they there or have they done the marking? പല കാര്യങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. സോ ദിസ് ഇസ് വെരി വെരി ക്രൂഷ്യൽ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാ ടീം മെമ്പേഴ്സിനും ഇങ്ങനെ ഒരു ഫോം ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മെഡിക്കൽ ഓഫീസേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ടു എൻഷുർ ദാറ്റ് ദിസ് ഇസ് ജനറേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്. And similarly for day 1 and day 2 and day 3. Okay, so house to house activities house to house activity day 2 and day 3 രണ്ട് activity ഉണ്ട്. Marking of children and marking of houses. Okay, next. Then estimate the number of houses to be visited, identify the number of teams and supervisors. Then you can take the help of ICDS people also, as I mentioned earlier. Make sure they have a well clear-cut demarcated area. അതായത് ഒരു ടീമിന്റെ ഏരിയ മറ്റേ ടീമിന്റെ ഏരിയ ആയിട്ട് കയറി പോയി കഴിഞ്ഞാൽ
there would be conflict. Okay. പിന്നെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് എന്റെ ഏരിയ അല്ല, ഇന്ന ടീമിന്റെ ഏരിയയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോം 4B ഓരോ ടീമിന്റെയും ഡേ ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റിയുടെ വ്യക്തമായ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ കഴിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. സോ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ആ ഏരിയയിൽ ആരാണ് പോയത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, സൂപ്പർവൈസേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സോ ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റിയിലെ ഈ ചോദ്യങ്ങളാണ് ഈ വാക്സിനേറ്റേഴ്സ് ചോദിക്കേണ്ടത്. സോ അഗൈൻ ദിസ് ഇസ് എ ട്രെയിനിങ് ഇഷ്യൂ. നോക്ക് നോക്ക്, ഡോർ തുറക്കുക, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇന്ന് പൾസ് പോളിയോ ദിനത്തിലെ ഒരു ദിവസമാണ്. പേര് യൂഷ്വലി ദേ നോ ഈച്ച് അതർ അല്ലെ. ആ ഏരിയ നമ്മൾ പറയണ്ട. എന്നാലും ഞങ്ങൾ വന്നത് കുട്ടികളുണ്ടോ എന്ന് അറിയാനാണ്. 5 വയസ്സിന് താഴെ എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് 0 to 5 year old children living in this house? How many of them have received polio at the booth? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാഷ്വലായിട്ട് 5 വയസ്സിന് താഴെ കുട്ടികളുണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അല്ലെ. പക്ഷേ ന്യൂ ബോൺസിനെയും ഇൻഫന്റ്സിനെയും പലപ്പോഴും വിട്ടുപോകുന്നതായിട്ടാണ് പ്രീവിയസ് എക്സ്പീരിയൻസ് പറയുന്നത്. സോ അഗൈൻ എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ, 5 വയസ്സിന് താഴെ ഇവിടെ എത്ര കുട്ടികളുണ്ട്? അവർ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിലും you should train the volunteers to ask, are there any newborns or infants sleeping inside the house? Usually daytime-ilana infants കൂടുതലും ഉറങ്ങുന്നുണ്ട്. And have they received polio? Again, it is very important because we should not miss that also. From previous experience, ഇങ്ങനെ ഒരുപാട് miss out ചെയ്യുന്നു. Have any of the under 5 children gone to schools, fields or market? ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികള് പ്രീ സ്കൂളിലോ കിൻഡർ ഗാർഡനിലോ പോയിട്ടുണ്ടോ? വേറെ മാർക്കറ്റിലോ ഫീൽഡിലോ വേറെ ആൾക്കാരോട് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. Have any of these 0 to 5 old children gone away to visit friends, relatives or are playing outside? Are any relatives or friends visiting the house with their 0 to 5 year old children? If yes, have they received polio drops? So ഒരു വീട്ടിൽ പോയിട്ട് അവർ ചോദിക്കേണ്ടത് 5 വയസ്സിന് താഴെ എത്ര കുട്ടികളുണ്ട്, അവർക്ക് പോളിയോ ഡ്രോപ്സ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ നവജാത ശിശുക്കളോ ഇൻഫന്റ്സോ നിങ്ങളുടെ വീട്ടില് ഉറങ്ങുന്നുണ്ടോ? ദെൻ നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ കളിക്കാനോ? സ്കൂളിലോ മാർക്കറ്റിലോ മറ്റ് റിലേറ്റീവ്സിനെയും കാണാൻ പോയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവരോ അല്ലാത്തവരോ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടോ? ഇപ്പോ ഉണ്ടോ? And have they received the polio vaccine? The whole objective is to not miss even a single child that is associated with that house. ആ വീട്ടിലോ ആ വീട്ടുകാരായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കുട്ടികളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. 5 വയസ്സിന് താഴെ കുട്ടികളുണ്ടോ? ഉറങ്ങുന്ന കുട്ടികളുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ പുറത്തു പോയിട്ടുണ്ടോ? മറ്റു കുട്ടികൾ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടോ? ആരെങ്കിലും പോളിയോ ഡ്രോപ്സ് കിട്ടാതെ അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അഗൈൻ ഇറ്റ് ഈസ് എ ട്രെയിനിങ് ഇഷ്യൂ. നേരത്തെ ഫിംഗർ മാർക്കിംഗ് പോലെ തന്നെ ഒരു ട്രെയിനിങ് ഇഷ്യൂ ആണ് ഈ ഹൗസ് ടു ഹൗസ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്. അപ്പോ അണ്ടർ 5 കുട്ടികളുണ്ട്, എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യു ഗോ ടു ദി നെക്സ്റ്റ് ഹൗസ്. സപ്പോസ് അവിടെ ഒരു കുട്ടി അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ വാക്സിനേറ്റേഴ്സ് ചെയ്യേണ്ടത്? വാക്സിനേറ്റ്. They are supposed to carry vaccine carriers. അപ്പോൾ തന്നെ വാക്സിനേറ്റ് ചെയ്യാം. So their job is done. Now the second activity of house to house visit. House to house visitന്റെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് മാർക്കിംഗ് ഓഫ് ദി ഹൗസസ്. വീടിനെ ആണ് മാർക്ക് ചെയ്യുന്നത്. എന്ത് വെച്ചിട്ടാണ്? ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീട് നമ്പർ എങ്ങനെയുള്ളതെന്നാണ് മാർക്ക് ചെയ്യുന്നത്. PO XO അല്ല മാർക്ക് ചെയ്യുന്നത്. ഈ വീട്
പിയോ എക്സോ ആണ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ വീട്ട് നമ്പർ ആണ് അവിടെ പ്രധാനം. ഈ വീട്ട് നമ്പർ പി ആണോ എക്സ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ മാർക്കിംഗ് ഇങ്ങനെയാണ്, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയട്ടെ, 4 പോയിന്റ്സ് ഉണ്ട്. പി ആണോ എക്സ് ആണോ, പിന്നെ രണ്ടാമത്തത് മോളിൽ ന്യൂമറേറ്റർ പി ആണോ എക്സ് ആണോ, രണ്ടാമത്തത് വീട്ട് നമ്പർ 1, ഇവിടെ പി 1. പിന്നെ ഡിനോമിനേറ്റർ എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ഡിനോമിനേറ്റർ പോലെ ഒരു ലൈനും ഒരു ആരോയും ഉണ്ട്. ഈ ആരോ എന്താണ്? The direction of the movement of the team. ആ ടീം ഹൗസ് ടു ഹൗസ് ടീം വന്നിട്ട് പോയ ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് മോണിറ്റർ അല്ലെങ്കിൽ വേറെ സൂപ്പർവൈസർ വരുമ്പോ ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ ഡേറ്റ് ആണ്, സിമ്പിൾ ആണ്. ഡേറ്റ് ഏത് ദിവസം, ഏത് റൗണ്ട് ആണ്, ഏത് ആ റൗണ്ടിന്റെ ഡേറ്റ്. അപ്പൊ പ്രോബബ്ലി 1902-2012 വരാം. അപ്പോ എപ്പോഴാണ് പി മാർക്ക് ചെയ്യുന്നത്? മൂന്ന് കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ പി മാർക്ക് ചെയ്യാം. ഒന്ന്, all the under 5 children have received OPV dose. Okay, this includes children visiting the house when SNID activity is on. ഒരു വീട്ടിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ അണ്ടർ 5 കുട്ടികളും വാക്സിനേറ്റഡ് ആണ് എങ്കിൽ ധൈര്യമായിട്ട് പി മാർക്ക് ചെയ്യാം. ഒരു കുട്ടിയെ മിസ് ചെയ്തിട്ടില്ല, എല്ലാ കുട്ടിക്കും വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട്, മാർക്കുണ്ട്, പി മാർക്ക് ചെയ്യാം. പിന്നെ എപ്പോ മാർക്ക് ചെയ്യാം? ചില ഡിസ്ട്രിക്ട്സില് അച്ഛനമ്മമാര്, വാർദ്ധക്യത്തിലായിട്ടുള്ള അച്ഛനമ്മമാര് മാത്രമേ ഉള്ളൂ. പിള്ളേരെല്ലാം ബാംഗ്ലൂര്, ബോംബെ, അമേരിക്ക, കാനഡ, അവിടെ കുട്ടികളെ ഇല്ല. അണ്ടർ 5 കുട്ടികൾ, ഒരു കുട്ടികളും ഇല്ല. ആ വീട്ടില് കുട്ടികളായിട്ട് ആരും ഇല്ല. Then confidently you can mark it as P. മൂന്നാമത്, കുട്ടികളുണ്ട്, പക്ഷെ അവര് നമ്മുടെ ടാർഗറ്റ് ചിൽഡ്രൻ അല്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്, അവർക്കും വാക്സിൻ ഡ്രോപ്സ് വേണ്ട. യു ക്യാൻ സേഫ്ലി മാർക്ക് ഇറ്റ് ആസ് പി. പി മാർക്കിംഗ് 3 കാര്യങ്ങൾ. എല്ലാ അണ്ടർ 5 ചിൽഡ്രനും മാർക്ക്ഡാണ്. കുട്ടികളില്ല, കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവര് 5 വയസ്സിന് മുകളിലാണ്. പി മാർക്കിംഗ്. വീടിനെയാണ് മാർക്ക് ചെയ്യുന്നത്. പി സീരീസ്, എക്സ് സീരീസ്, അങ്ങനെ സീരീസ് ഇല്ല. വീട് പി ആണോ എക്സ് ആണോ, വീട് നമ്പർ പി ആണോ എക്സ് ആണോ എന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കിങ്ങില് 4 പോയിന്റ് ഉണ്ട്. പി, ഹൗസ് നമ്പർ, ദ ഡയറക്ഷൻ ആൻഡ് ഡേറ്റ്. 4 പോയിന്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോഴും അത് സ്ട്രെസ് ചെയ്ത് വരാം. നെക്സ്റ്റ്, ദെൻ എക്സ്. എപ്പോഴാണ് എക്സ് മാർക്ക് ചെയ്യുന്നത്? 5 വയസ്സിന് ഒരു കുട്ടി ഉണ്ട്, പക്ഷെ വാക്സിനേഷൻ എടുത്തിട്ടില്ല, പിന്നെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കുട്ടി ഇപ്പോ വീട്ടിലില്ല, ലോക്ക്ഡ് ഹൗസും ആണ്. ഒരു അപ്പൊ അപ്പോഴാണ് എക്സ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് all children under 5 years, even one child, ഒരു കുട്ടി പോലും വാക്സിൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എടുക്കുന്നില്ല, ഇപ്പോൾ അവിടെ ഇല്ല, then it is an X. അത് വ്യക്തമാണല്ലോ. ഏതെങ്കിലും റീസണില് കുട്ടി വാക്സിൻ എടുത്തിട്ടില്ല, എടുക്കാൻ സമ്മതിക്കുന്നില്ല, വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് എങ്കിൽ ഇറ്റ് ഇസ് എക്സ്. അപ്പോ എങ്ങനെ മാർക്ക് ചെയ്യും? ഇതിൽ ഒരു തെറ്റുണ്ടോ ഈ മാർക്കിങ്ങില്? രണ്ടാമത്തെ വീട് 2 എക്സ് 2 ആയിട്ട് വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടീം മെമ്പറിന് ഒരു ഏരിയയില് ഒരു ഹൗസ് നമ്പർ ഉണ്ട്. ഇപ്പൊ 1 ഹൗസ്, അത് ഒന്നുകിൽ പി അല്ലെങ്കിൽ എക്സ് ആവാനേ വഴിയുള്ളൂ. P1ഉം X1ഉം വരാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് അഗൈൻ എ ട്രെയിനിങ് ഇഷ്യൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ ഇവിടെ ഐഡിയലി X2 ദ ഡയറക്ഷൻ ആൻഡ് ദി ഡേ. രണ്ടാമത്തെ വീട്ടിൽ പോയപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് കിട്ടിയെങ്കിൽ X2. ഇത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് എന്നാലും. ഓക്കെ, സോ പി എപ്പോ മാർക്ക് ചെയ്യണം, എക്സ് എപ്പോ മാർക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ പോയി കുട്ടിയെ കണ്ടു, വാക്സിനേറ്റ് ചെയ്താൽ പി ആണ്, കുഴപ്പമില്ല. ഓക്കെ, എക്സലന്റ്. ഫോം 4C, ഇത് നമ്മുടെ ട്രാൻസിറ്റ് പോയിന്റ്സിലെ ബൂത്തുകളാണ്.
അത് എല്ലാ ദിവസവും ഈ all 3 days should be functioning. On Sunday, Monday and Tuesday also they should be functioning. Transit point about transit point ideally 24 മണിക്കൂറും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ട്രെയിൻ ചിലപ്പോൾ 6 മണി 5 മണിക്ക് ശേഷം ട്രെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ലേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 8 to 2 ഓൾറെഡി ചെയ്യുന്നതാണ്. 2 to 6 പിന്നെ പെർഹാപ്സ് 2 മെയിൻ മെമ്പേഴ്സ് ആണെങ്കിൽ they can sit till next day morning. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസിറ്റ് പോയിന്റ്സ്, മേളാസ്, ബസാർ പ്ലാനിങ് എക്സെട്ര 4C. ഓക്കെ, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഷിഫ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യും. Form 4C transit sites-നാണ് റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനൽസ്, ഫെറി ക്രോസിംഗ്സ്, റോഡ് ക്രോസിംഗ്സ്, റിവർ ബ്രിഡ്ജസ്, festivals, fairs should function on all 3 days. എല്ലാ 3 ദിവസവും ഈ ട്രാൻസിറ്റ് സൈറ്റ്സ് ഫംഗ്ഷൻ ചെയ്യണം. നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റ് വൺ. ഓക്കെ ഫൈൻ. സോ എങ്ങനെയുള്ള വാക്സിനേറ്റേഴ്സ് ആയിരിക്കണം ഇവിടെ കൊണ്ടുപോകേണ്ടത് ട്രാൻസിറ്റ് സൈറ്റില്? ഈ താഴെയുള്ള 2 അപ്പച്ചന്മാരെ വിടാമോ? ഇത് ശരിക്കും ശരിക്കും നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ച ഒരു പടമാണ്. ട്രാൻസിറ്റ് സൈറ്റിലെ 2 അപ്പച്ചന്മാര് വാക്സിൻ കാരിയറായിട്ട് ഇരിക്കുകയാണ്. വല്ല പ്രയോജനം ഉണ്ടാവോ? സപ്പോസ് അത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നെങ്കിലോ? ട്രെയിൻ വരും, കുട്ടികൾ അങ്ങോട്ട് പോകും, അപ്പുറത്തോട്ട് പോകും, ഇതിനിവിടെ തന്നെ. സോ ഡിപ്ലോയ് energetic vaccinators, especially young people like NCC cadets, NSS scouts, Sing students, etc. Vaccinators should be deployed at all entry and exit points. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എറണാകുളം സ്റ്റേഷനില് 2 സ്റ്റേഷൻ ഉണ്ട്, പല പല എക്സിറ്റ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്തും 2 സ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലല്ല, ഇല്ല ഭാഗ്യമായി. പക്ഷെ ബസ് ടെർമിനൽ ഉണ്ട്, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ബസ് ടെർമിനൽസ് കാണണം. അപ്പോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രാൻസിറ്റ് സൈറ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി എനർജറ്റിക്, ദേ ഷുഡ് ബി പ്രോ ആക്റ്റീവ്. ക്രൗഡിന് ഇടയിൽ ഇടിച്ചു കയറി കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കുക, ഇമ്മീഡിയറ്റ്ലി വാക്സിനേറ്റ് ചെയ്യുക, മാർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ടാലി ഷീറ്റും അവർ തന്നെ അപ്പം തന്നെ മാർക്ക് ചെയ്യണം. കാര്യം എന്താണ്? ഒരു ട്രെയിൻ വന്നിട്ട് പോയി, കേരള എക്സ്പ്രസ് വന്നിട്ട് പോയി, ഞാൻ ആ ഡയറക്ഷനിൽ പോയി 8-10 പേരെയൊക്കെ കിട്ടിക്കാണും. അപ്പൊ ഫൈനലി ടാലി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഡ്രോപ്പ് കൊടുക്കുക, വിരല് വരയ്ക്കുക, ടാലി മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസിറ്റ് പോയിന്റിലെ എനർജറ്റിക് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള, പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ടീംസിനെ റിക്രൂട്ട് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക. And they should not sit at one place and move from place to place, and all teams should be supervised. Next. Okay, Form 4D, template for special areas and migrants. This കേരളത്തെ സംബന്ധിച്ചുള്ള ഇതായിരിക്കണം the most important micro plan format. Form 4D, listing of sites, timing of visit, type and address of that area. ഏത് കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്, ഏത് ബ്രിക്ലിൻ ആണ്, അല്ലെങ്കിൽ ഏത് നോമാഡിക് പോപ്പുലേഷൻ ആണ്, വേറെ എവിടെയെങ്കിലും മൈഗ്രൻസ് ഉണ്ടോ, അവര് ഇതിനകത്ത് വരണം. ആ സൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യണം, എവിടെയാണെന്നുള്ളത്, ഇന്ന ദിവസം എത്ര മണിക്കാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വ്യക്തമായിട്ട് വേണം. എഗെയിൻ ഞാൻ പറയാണ്, സൂപ്പർവൈസേഴ്സ് ഈ വർഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മൈഗ്രന്റ് പോപ്പുലേഷന് തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ആ ഫോമിന്റെ ഏറ്റവും അവസാനം each site should be visited at least twice during the activity. ഈ മൈഗ്രന്റ് സൈറ്റ് ആ ദിവസം അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം ഈ ടീം. ഓക്കെ, കാര്യം എന്ന് കഴിഞ്ഞാല് ഓരോ ഈ മൈഗ്രന്റ് പോപ്പുലേഷന്റെയും സ്വഭാവം വേറെ. അവര് ചില കുട്ടികളെ ജോലിക്ക് പറഞ്ഞയക്കും, അല്ലെ, ബോട്ടിൽ പറക്കാൻ പറഞ്ഞയക്കും, മറ്റ് വേസ്റ്റ് അതൊക്കെ പറഞ്ഞയക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത്, ടീം പോകുന്ന സമയത്ത്
ഈ കുട്ടികളെ കാണണമെന്നില്ല. സോ മേക്ക് ഷുവർ വിത്തിൻ എ ഗ്യാപ്പ്, മേ ബി ലൈക്ക് 2-3 hours, മേ ബി ഇൻ ദ മോർണിംഗ് ആൻഡ് ദി ആഫ്റ്റർനൂൺ, ദാറ്റ് they revisit that migrant site. It is again very very important. Migrant ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. വിത്ത് ദി ഏരിയ കോഡ്, ഈ ടൈപ്പ് ആൻഡ് അഡ്രസ് ഓഫ് ദി ഏരിയയിലെ ഏരിയ കോഡ് വേണം. അത് ആ മൈഗ്രന്റിന്റെ ഫോമില് ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. 1 stands for slums, 2 stands for nomads, 3, 4 construction, 5 I will describe it. So the most important form is 4D regarding the migrant plan. Next one. Form 5. Simple ആയിരിക്കും, പക്ഷേ one of the most important. To create awareness, to convert awareness into a social mobilization. Awareness കൊടുത്ത് you should move them. We should be able to move them, mobilize them. So daily miking format. I think supervisors and media people will be confident in arranging all those. Next thing. And then the tally sheets next. Okay. നമ്മൾ ചില ഫോംസ് സ്കിപ്പ് ചെയ്യുകയാണ്, പക്ഷെ we will come back to it. Form 8D. ഓക്കെ, ഇതെന്താണ്? എക്സ് മാർക്ഡ് ഹൗസസിന്റെ ഇൻഫർമേഷൻ ഷീറ്റ് ആണ്. ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ യൂസ് ചെയ്യാം? സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ. ഹൗസ് ടു ഹൗസ് വിസിറ്റില് എക്സ് മാർക്ഡ് ആയിട്ടുള്ള ഒരു വീടിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ ഈ ടീം മെമ്പർ ഷുഡ് ടേക്ക് ദിസ് ഷീറ്റ് ആൻഡ് മാർക്ക്. ഹൗസ് നമ്പർ എത്രാമത്തെ ഹൗസ് നമ്പർ ആണ്, ടീം നമ്പർ ആദ്യം എഴുതുക. അവരുടെ ടീമിന് എത്രാമത്തെ വീടാണ്, ഈ വീടിന്റെ ഗൃഹനാഥന്റെ പേരും റൈറ്റ് സൈഡില് അഡ്രസ്സും, എന്തുകൊണ്ടാണ് എക്സ് ലോക്ക്ഡ് ഹൗസ് ആണോ, റെഫ്യൂസൽ ആണോ, ചൈൽഡ് നോട്ട് അറ്റ് ഹോം എന്നാണ്. Then reason for X mark, date of house converted from X to P and the number of children. അപ്പോൾ എക്സ് ഹൗസിനെ നമ്മൾ അങ്ങനെ വെറുതെ വിടാമോ? വിടാൻ പാടില്ല അല്ലെ, അൺലെസ് ഇറ്റ് ഈസ് എ ലോക്ക്ഡ് ഹൗസ്. ഏതെങ്കിലും കാരണത്തിൽ ഒരു വീട് എക്സ് ആണെങ്കിൽ അത് എക്സ് തന്നെ മാർക്ക് ചെയ്യുക, ഫോൾസ് ആക്കരുത്. മേക്ക് ഇറ്റ് ജെനുവിൻലി എക്സ് and write the details. എന്നിട്ട് മേ ബി ദ നെക്സ്റ്റ് ഡേ യൂസിങ് അതർ സോഴ്സസ്, അവരുടെ ഏതെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റിലേറ്റീവ്സിന്, അവരെടുത്ത റിലേറ്റീവ്സിനെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അന്ന് ആഫ്റ്റർനൂൺ തന്നെയോ അവരെ കൺവിൻസ് ചെയ്ത്, ഫോഴ്സ് ചെയ്തല്ല, ടെററൈസ് ചെയ്തല്ല, കൺവിൻസ് ചെയ്ത്, അവരെ അവയർനെസ് വരുത്തി അവരെ കൺവിൻസ് ചെയ്ത് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് ദാറ്റ് എക്സ് ഇൻറ്റു ദാറ്റ് എക്സ് ഹൗസ് ഇൻറ്റു that P house and the number immunized. Okay, this is also ഓരോ ഹൗസ് ടു ഹൗസ് ടീം മെമ്പറിനെയും കയ്യിൽ കൊണ്ട് നടക്കേണ്ടതാണ്, അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് വളരെ മുഖ്യമാണ്. നെക്സ്റ്റ്, this is format 8C. Format 8C ആണ് tally sheet for booths, transit points, mela sites, bazaars and mobile teams. Okay, അപ്പൊ ബ്ലോക്ക് ബാക്കി ഡീറ്റെയിൽസ് എഴുതുക, ടീം നമ്പർ എഴുതുക, ലൊക്കേഷൻ ആൻഡ് ടൈം ടു ടൈം ദെയർ ഫംഗ്ഷൻ. പിന്നെ ഇങ്ങനെ ഒരു വലിയ സെല്ലുണ്ട് 1 to 300 അല്ലെ, 1 to 300. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് എന്താണ് യൂസ് ചെയ്യുന്നത്? ബൂത്ത് ആക്ടിവിറ്റികൾ അല്ലെ. ടാലി ഷീറ്റ് ഫോർ ബൂത്ത്, ട്രാൻസിറ്റ് പോയിന്റ്സ് എന്നുള്ളത് സൺഡേ ആണ് യൂഷ്വലി ചെയ്യുന്നത്, ട്രാൻസിറ്റ് പോയിന്റിലും യൂസ് ചെയ്യാൻ. അപ്പോ ബൂത്തില് ഒരു ടീമുണ്ട്, ഒരു ടീമിൽ 2 മെമ്പർ ഉണ്ട്, അതിൽ ഒരാളായിരിക്കും ഈ ജോലി ചെയ്യുന്നത്. ആദ്യത്തെ കുട്ടി വന്നു, ഇമ്മ്യൂണൈസേഷൻ എടുത്തു, ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നു, ആദ്യത്തെ കുട്ടി വന്നു, എക്സിടുമോ ടിക്കിടുമോ? ടിക്കിടും അല്ലെ. ഓക്കെ, അപ്പൊ ടിക്ക് ചെയ്യണം, എക്സ് അല്ല, ഡാഷ് അല്ല, ടിക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ കുട്ടി വന്നു 1, രണ്ടാമത്തെ കുട്ടി വന്നു 2, 3, 4, 5, 6, 7, 8, 9, 10 and up to 300. എത്ര കുട്ടികൾ വരെ വരാം ഒരു ബൂത്തിൽ?
300 സാധാരണ 125. ഇൻസിഡന്റലി സപ്പോസ് ഒരു കല്യാണം ഒന്നുണ്ടായിരുന്നു, അടുത്തുള്ള കുട്ടികളൊക്കെ വന്നു, അല്ലെങ്കിൽ അടുത്തുള്ള റിലേറ്റീവ്സ് ഒക്കെ വന്നു, ചിലപ്പോൾ 100 200. ഒരു പക്ഷെ ട്രാൻസിറ്റ് സൈറ്റ്സിലൊക്കെ 300 കവിയാൻ ഷീറ്റ് ഫില്ലാവും. ദേ ക്യാൻ യൂസ് ദി നെക്സ്റ്റ് ഷീറ്റ്. അപ്പോ റൈറ്റ് ടോപ്പില് വേറൊരു സ്മോൾ ബോക്സ് ഉണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ എബവ് 5 years ഇമ്മ്യൂണൈസ്ഡ്. നമ്മുടെ പ്രോഗ്രാം പറയുന്നത് എന്താണ്? ബിലോ 5 years. പിന്നെ എന്തിനാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പോ ചിലപ്പോ അമ്മമാര് 3-4 കുട്ടികളായിട്ട് വരും. അപ്പോ ആ കുട്ടിക്ക് കൊടുത്തു, ഈ കുട്ടിക്കും കൊടുത്തോ, എല്ലാം കൊടുക്കണം. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാലും അല്ല കൊടുക്കുക, അവർ പ്രശ്നം ഉണ്ടാക്കും, അടിയുണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലും ഫോർ സം അതർ ഇഷ്യൂസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇഫ് യു ഹാവ് ടു ഗിവ് ദം, ദോഷമൊന്നുമില്ല, പക്ഷെ മേക്ക് ഷുവർ യു മാർക്ക് ഇറ്റ്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ടാലി ചെയ്യണം. ഇത് ഫില്ല് ചെയ്തേണ്ടത് ടീം മെമ്പർ ആണ്, വോളണ്ടിയർ ആണ്, വാക്സിനേറ്റർ ആണ്. വാക്സിനേറ്ററിന്റെ കൂടെയുള്ള അതർ പാർട്ട്ണർ ആണ്. ഇതിൽ സൂപ്പർവൈസറിന് ഒരു റോൾ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും സൂപ്പർവൈസറിന്റെ റോളാണ്. എന്താണ് സൂപ്പർവൈസറിന്റെ റോള്? ഷുഡ് ചെക്ക് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇമ്മ്യൂണൈസ്ഡ് ആൻഡ് ദ നമ്പർ ഓഫ് വൈറസ് യൂസ്ഡ്. നിങ്ങൾ പോവുക, ടാലി ഷീറ്റ് എടുക്കുക, 20 കുട്ടികൾ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 60 കുട്ടികൾ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ട്, 3 വയൽസ് അല്ലെങ്കിൽ 4ാമത്തത് ഓപ്പൺ ചെയ്തു. അത് ഇറ്റ് ഈസ് റീസണബിൾ. മറ്റത് അങ്ങനെയല്ല, 80 കുട്ടികൾ വന്നു, 2 വയൽസ്. അത് പോസിബിൾ ആണോ? അല്ല. സോ ദർ ഇസ് സം ട്രബിൾ ദേർ. സോ സൂപ്പർവൈസേഴ്സിന്റെ കീ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഡേ ഓഫ് ബൂത്ത് ആക്ടിവിറ്റി ടാലി ചെയ്യുന്നുണ്ടോ, നമ്പർ ഓഫ് ചിൽഡ്രനും നമ്പർ ഓഫ് വയൽസ് യൂസ്ഡും ആയിട്ട് ടാലി ചെയ്യുന്നുണ്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ദ സൂപ്പർവൈസർ ഷുഡ് സൈൻ ദെയർ വിത്ത് ദ ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ഇൻ ബ്രാക്കറ്റ്സ് ദാറ്റ് ടാലി നമ്പർ. നിങ്ങൾ കണ്ട സമയത്ത് എത്ര കുട്ടികളെ ആ സമയം കണ്ടു. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:50 വരെ 30 കുട്ടികൾ, 40 കുട്ടികൾ. അയ്യോ, നമുക്ക് ടാർഗറ്റ് 100 ആണല്ലോ. അതല്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, 10 മിനിറ്റ് ഉണ്ടല്ലോ, ചടപടയെന്ന് 100 ആക്കി 5-6 വയൽ യൂസ് ചെയ്തു. അപ്പോ പോയി. അപ്പോ സൂപ്പർവൈസർ അന്ന് ഡേ ഫൈനലി പിന്നെ എവാലുവേറ്റ് ചെയ്യുമ്പോൾ 4:50 വരെ 20 കുട്ടികളെ വന്നു, അല്ലെങ്കിൽ 30 കുട്ടികളെ വന്നു. 10 മിനിറ്റിന് 60-70 കുട്ടികളെ വാക്സിനേറ്റ് ചെയ്തു. ഇസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? ഇല്ല, ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. 10 കുട്ടികളെ 10 മിനിറ്റ് കൊണ്ട് ഒരു 60-70 പേരെ ഇമ്മ്യൂണൈസ് ചെയ്യാന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പൊ അതാണ് സൂപ്പർവിഷന്റെ ഈ ബൂത്ത് ഡേയിൽ ഉള്ള ഒരു വൺ ഓഫ് ദി മേജർ ആക്ടിവിറ്റീസ്. ടാലി ചെയ്യുന്നുണ്ടോന്ന് നോക്കുക. ഓക്കെ, സോ ഡേറ്റ്, സൈൻ, ഡേറ്റ്, ടൈം ആൻഡ് ദി ടാലി നമ്പർ. നെക്സ്റ്റ് ഫോം 8D. ഇതെന്താണ് യൂസ് ചെയ്യുന്നത്? ടാലി ഷീറ്റ് ഫോർ ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഹെഡിങ് നോക്കുക. ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റിയില് ഈ ഹൗസ് ടു ഹൗസ് ടീം പോകുന്നവര് ഫില്ല് ചെയ്യേണ്ട ഫോമാണ് ഇത്. ബേസിക് ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ദ ഹൗസ് വിസിറ്റ്. അപ്പോ ഇവിടെ 3 റോ ഉണ്ട്. മെയിൻ റോയില് 1, 2, 3 3 റോ ഉണ്ട്. ഫസ്റ്റ് റോ ഹൗസ് നമ്പർ ആണ്. ഹൗസ് നമ്പർ 1, 2, 3, 4, 5. അതിന്റെ തൊട്ട് താഴെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 0 to 5 years ഇൻ ദ ഹൗസ്. നമ്മൾ ഏതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ വീട്ടില് 5 വയസ്സിന് താഴെ എത്ര കുട്ടികൾ ഉണ്ട്? റൈറ്റ് ദാറ്റ് നമ്പർ ദേർ. ദെൻ അതിന്റെ തൊട്ട് താഴെ നമ്പർ ഓഫ് ചിൽഡ്രൻ 0 to 5 years immunized at home today or that day. This is very very important. അതുകൊണ്ടാണ് ആ സർക്കിൾ ഇട്ടിരിക്കുന്നത്. 5 വയസ്സിന് താഴെ 3 കുട്ടികളുണ്ട്, 3 പേര് ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ ഹൗസ് നമ്പർ 1ന്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ നമ്മൾ എന്ത് എഴുതും? ഒരു വീട്ടില് ഹൗസ് നമ്പർ 1 3 children under 5 എന്തെഴുതും നമ്മളവിടെ? 3 എന്ന് എഴുതും അല്ലെ? മൊത്തം 5 വയസ്സിന് താഴെ എത്ര കുട്ടികൾ അവിടെ ഉണ്ട്? എല്ലാ കുട്ടികളും ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നമ്മൾ എന്തെഴുതും? 0 എഴുതും. ഇസ് ദാറ്റ് ക്ലിയർ? ഇത് നിങ്ങൾ ഹൗസ് ടു ഹൗസ് ടീമിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. 3 കുട്ടികൾ ഉണ്ടായിരുന്നു, 2 കുട്ടികൾ സൺഡേ വാക്സിൻ എടുത്തു, 1 കുട്ടി വാക്സിൻ എടുത്തില്ല എങ്കിൽ 3ാമത്തെ റോയിൽ എന്ത് എഴുതും? ഹൗസ് നമ്പർ 1ല് 3ാമത്തെ റോയിൽ
1 എഴുതാം, 1 എഴുതാം അല്ലേ? കൊടുത്താൽ കൊടുക്കാൻ സമ്മതിക്കുകയാണ്, എടുക്കുന്നുണ്ടെങ്കിൽ 1 എഴുതാം. ഓക്കെ, അപ്പൊ വീട്ടിൽ പോയി 5 വയസ്സിന് താഴെ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. എല്ലാവരും ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടോ? തൊട്ട് താഴെ 0 എഴുതാം. ഓക്കെ, അപ്പൊ അതൊരു നെഗറ്റീവ് ചെക്കിങ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്നിട്ട് സപ്പോസ് അൺഇമ്മ്യൂണൈസ്ഡ് ഒരു കുട്ടിയെ കണ്ടു, 1, 2, 3 അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ ആ വീട്ടിൽ കണ്ടു, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്രയെന്ന് എഴുതണം? എത്ര കുട്ടികളെ കൊടുത്തോ ആ നമ്പർ എഴുതും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ നമ്പർ ഓഫ് ചിൽഡ്രൻ 0 to 5 years immunized at home today. അവര് ഫിസിക്കലി എത്ര കുട്ടികൾക്ക് ആ വീട്ടിൽ കൊടുത്തു എന്നുള്ളതാണ് ആ റോയുടെ മീൻ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, താങ്ക് യു. നൗ സപ്പോസ് എടുക്കാൻ റെഫ്യൂസ് ചെയ്യണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എങ്കിൽ എക്സ് മാർക്ക് ചെയ്യും. ആ വീട്ട് ഹൗസ് നമ്പറിന്റെ മേളില് എക്സ് എന്ന് മാത്രം മാർക്ക് ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ 0 to 5 എഴുതാം, മേളില് ഹൗസ് നമ്പറിന്റെ അവിടെ എക്സ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. സൂപ്പർവൈസേഴ്സ് ഫോംസ് 7A സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ആണ്. നമ്മൾ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ ബേസിക് കാര്യങ്ങളാണ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞോട്ടെ. മേക്ക് ഷുവർ ദേ ഫിൽ അപ്പ് ദ ടോട്ടൽ കേട്ടോ. വാക്സിനേറ്റേഴ്സിന്റെ അടുത്ത് ഈ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനും ഗ്രാൻഡ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇറ്റ് വിൽ ബി അനദർ ലേബർ ഫോർ യു. നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഇരുന്നായിരിക്കും ടാലി ചെയ്യേണ്ടത്. അതൊരു അവർ അന്ന് വൈകിട്ട് തന്നെ അത് ടാലി ചെയ്യാൻ പറയണം. നെക്സ്റ്റ് ഷാഫിയുടെ ചോദ്യം, ഒരു വീട്ടില് 2 കുട്ടികളുണ്ട്, ഒരാൾ 5 വയസ്സിന് അടുത്ത് വരുന്നുണ്ട്, ഒരാൾ തീരെ ചെറുതാണ്. ചെറിയ കുട്ടിക്ക് കൊടുക്കുക, ഒരു കുട്ടി അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ട് നിർത്താൻ പോവാണ് എങ്കിൽ എന്ത് ചെയ്യും? എക്സിറ്റ് ഇട്ട് കൊടുത്ത കുട്ടിയെ 1 എന്നിടുക. 2 കുട്ടികൾ, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അണ്ടർ 5 2. അതിൽ ഒരു കുട്ടിയെ എടുക്കാൻ സമ്മതിച്ചു. നമ്പർ ഓഫ് ചിൽഡ്രൻ വാക്സിനേറ്റഡ് അറ്റ് ഹോം ടുഡേ 1, ബട്ട് ദ ഹൗസ് ഇസ് ഓക്കെ. ഇസ് ദാറ്റ് ക്ലിയർ? 2/3 എന്ന് പറയുന്നത് അത് 3 കുട്ടികളുടെ 2 എണ്ണം ഇമ്മ്യൂണൈസ് ഇൻ ദ ഹൗസ്, ഒരെണ്ണം മിസ്സിംഗ്. ഡിനോമിനേറ്റർ ടോട്ടൽ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ടാലി ഷീറ്റില് 3/2 എടുക്കുകയാണെങ്കിൽ 3/1 എന്ന്. എക്സാമ്പിൾ 2/3 കാണിച്ചിരിക്കുന്നു, പക്ഷെ അത് ഫസ്റ്റ് കോളത്തിൽ 3 സെക്കൻഡ് കോളത്തിൽ അല്ല. അതായത് ദ ക്വസ്റ്റ്യൻ ഈസ്, ഒരു വീട്ടില് 3 കുട്ടികളുണ്ട്, 2 പേര് ഇമ്മ്യൂണൈസ്ഡ് ആണ്. വീട്ടിൽ പോയി 5 വയസ്സിന് താഴെ എത്ര കുട്ടികളുണ്ട്? 3. സോ ഇവിടെ 3. ഈ ബാക്കിയുള്ള ഒരു കുട്ടിയെ അവർ ഇമ്മ്യൂണൈസ് ചെയ്യാൻ സമ്മതിക്കുകയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ then 1. ഇവിടെ അൺഇമ്മ്യൂണൈസ്ഡ് ചോദിക്കുന്നില്ല. ഓക്കെ, വ്യക്തമാണല്ലോ? ഓക്കെ, so again you can go through it once more, ask each other. വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരുണ്ട്, you can ask them. Next please. Supervisors form 7A quite simple ആണ്, self explanatory ആണ്. 7B please. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7B സൂപ്പർവൈസേഴ്സിന്റെ ജോലിയാണ്. മെഡിക്കൽ ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, മോണിറ്റേഴ്സ്, ഈവൻ WHO മോണിറ്റേഴ്സും സ്റ്റേറ്റ് മോണിറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ പോകുന്ന ഫോം ഇതാണ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫോം 7B. ഇതെന്താണ് ചെയ്യുന്നത്? സൂപ്പർവൈസേഴ്സ് ടാലി ഷീറ്റ്. The supervisor on the day of house to house activity, day 2 and day 3, ഓരോ ഏരിയയിൽ പോയിട്ട് എന്ത് ചെയ്യണം? റാൻഡംലി ചൂസ് ദി ഹൗസസ്. P ഹൗസസിനെ ചൂസ് ചെയ്യണം. P ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഹൗസ് ഓഫ് സ്റ്റീം നമ്പർ ചെയ്ത P ആയിട്ട് നമ്പർ ചെയ്ത വീടുകളിലെ സൂപ്പർവൈസേഴ്സ് നിങ്ങൾ ചെല്ലണം. ചെന്നിട്ട്
പറയുന്നത് എവറി 10th ഹൗസ് എന്നാണ്. ഓരോ 10 വീട്, ഓരോ 10ാമത്തെ വീട് കയറണമെന്നാണ്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് വാക്സിനേറ്റേഴ്സ് എന്ത് ചെയ്യും? കറക്റ്റ് ആ 10ാമത്തെ വീട്ടിൽ പോയി നല്ലവണ്ണം ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി റാൻഡംലി ചിലപ്പോൾ 3ാമത്തെയോ 4ാമത്തെയോ 6ാമത്തെയോ 7ാമത്തെയോ മാറി മാറി എടുക്കാം. സോ ദാറ്റ് ഈസ് ഓൾസോ കീ ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ദ ഹൗസ് വിസിറ്റ്, അവിടെ നമ്പർ കാണും. ആ ടീമിന്റെ ഹൗസ് നമ്പർ കാണും. നമ്പർ ഓഫ് ചിൽഡ്രൻ ഫൗണ്ട് ഇമ്മ്യൂണൈസ്ഡ് ബൈ സൂപ്പർവൈസർ. ഓക്കെ, അപ്പൊ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി വീട് നമ്പർ എഴുതുക. ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്, അവരുടെ ഏജ് സ്പ്ലിറ്റപ്പ് ആണ്, <2 and 2 to 5 years. പിന്നെ അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികളെ സൂപ്പർവൈസർ വാക്സിനേറ്റ് ചെയ്തു. Again, simple. ഓക്കെ, വീട്ടിൽ പോകുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എത്ര പേരുണ്ട് ആ വീട്ടില്, എത്ര പേര് ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ട്, എത്ര പേര് അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുണ്ട്, എത്ര പേര് ഇമ്മ്യൂണൈസ് ചെയ്തു. ഇത് 0 to 2 to 5 ആയിട്ട് സ്പ്ലിറ്റപ്പ് ആയിട്ട് എഴുതുക. സ്പ്ലിറ്റപ്പിന്റെ ഇന്നലെ ആൾക്കാർ ചോദിച്ചു, വാസ്തുവിലെ അനാലിസിസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്താണെന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഐ ലാസ്റ്റ് ദി കൺസേൺ പീപ്പിൾ എൻ്റെ പ്രോബബ്ലി റിസ്ക് കൂടുതലും 0 to 2 yearsലാണ്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ന്യൂ ബോൺ, ഇൻഫന്റ്, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ശരിക്കും എന്താണെന്ന് അനാലിസിസിന് എനിക്ക് അറിയത്തില്ല. അനാലിസിസിലാണെന്ന് എനിക്കറിയാം. പ്രോബബ്ലി ടു അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്. നമ്മൾ 0 to 5 ആണെങ്കിലും 0 to 2 റിസ്ക് കൂടുതലായിട്ടുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പൊ അത് അവരെ നമ്മൾ കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെനുവിൻ ഇമ്മ്യൂണിറ്റി ഗ്യാപ്പ്. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ല നിങ്ങളുടെ ജോലി കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. അല്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർവൈസേഴ്സ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഇത് ചെയ്യുമെന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് കൊടുത്തത്. കാര്യം വാക്സിനേറ്റേഴ്സിന് ആ ഒരു സ്പ്ലിറ്റപ്പിനുള്ള സമയം കൊണ്ട് 125 വീട് കയറണം. സൂപ്പർവൈസേഴ്സിന് അത്രയില്ല. മേ ബി ദാറ്റ് ഇസ് ദ റീസൺ. എന്താ 10 ടീം വരും. നോക്കണം തീർച്ചയായിട്ടും. അല്ല, there's no sampling. There's no talking about sampling. It's just it's not even random. It is at the discretion of the supervisor. Ideally we say 10th, പക്ഷേ 10th എന്ന് പറഞ്ഞു പോയാൽ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് മേ ബി 3rd, 5th and 6th and 8th or 7th. ഒരു ടീമിന്റെ 125 ഉണ്ട്. 100 പേര് ഇല്ല, എല്ലാ വീട്ടിലും പോണ്ട. ഒരു ടീമിന്റെ എല്ലാ വീട്ടിലും പോണ്ട. പോണം. അത് നിങ്ങളുടെ റിസോഴ്സ്. there is no hard and fast rule. നിങ്ങളുടെ റിസോഴ്സ് യൂസ് ചെയ്ത് the idea is എല്ലാ ടീം മെമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഐഡിയലി എല്ലാ ടീം മെമ്പേഴ്സിനെയും 10 ടീം ഉണ്ടെങ്കിൽ 10 ടീമിനെയും വിസിറ്റ് ചെയ്യാൻ നോക്കുക. സമയം ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ദിവസം 5 ടീമിനെ പോവാം, നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് 5. നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, കൺസോൾട്ടേറ്റ് ചെയ്യണം. there are other resources issues. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് നോക്കുക. മനസ്സിലായി? there's no rule like ഇത്ര തന്നെ വേണം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 3 false P. വാട്ട് ഇസ് എ false P? ഈ സൂപ്പർവൈസർ പോവുകയും അവിടെ അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്, അതായത് എക്സിന് വകയുണ്ടായിരുന്നു പക്ഷെ ഇറ്റ് ഹാസ് ബീൻ മാർക്ക്ഡ് ആസ് പി, then it is a false P. എക്സ് എപ്പോഴാണ് മാർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. സൂപ്പർവൈസർ പോയി അത് പി അല്ല, അത് എക്സ് ആണ് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഫോൾസ് പി. ഫോൾസ് പി 3 ഹൗസസ് ഇൻ 20 ഹൗസസ് കയറുമ്പോൾ 3 ഫോൾസ് പി 20 വീട് കയറുമ്പോൾ 3 ഫോൾസ് പി ഉണ്ടെങ്കിൽ അതൊരു റീഡു ആണ്. ആ ടീം നടത്തിയ ആക്ടിവിറ്റി they have to do it again the next day. പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, 20 ഹൗസസിന് മുമ്പേ തന്നെ 3 കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഡിസ്മിസ് ചെയ്ത് നെക്സ്റ്റ് ഒന്നേന്ന് തന്നെ അവർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഐഡിയലി ഒരു ടീമിനെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 ഹൗസസ് ആണ് ഐഡിയലി വിസിറ്റ് ചെയ്യേണ്ടത്.
അപ്പൊ എല്ലാ 10 ടീമും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ മേ ബി ദ നെക്സ്റ്റ് ഡേ യു ക്യാൻ ഗോ ടു ഇന്നലെ പോയ ടീമിൽ മറ്റേ ടീമിനെ. പിന്നെ അതർ ഫോർമാറ്റ് ഇല്ല, എക്സ് മാർക്കിന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പി ആണോ എന്നാണ് നോക്കുന്നത്. എക്സിന് എന്തായാലും എന്ത് വെച്ചു എക്സ് ടു പി കൺവേർഷൻ അവർ ചെയ്യണം. അപ്പൊ അത് അവരുടെ ഒരു ഇഷ്യൂ ആണ്. എക്സിനെ പി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് വാക്സിനേറ്റേഴ്സ് നോക്കേണ്ടത്. അത് അവരുടെ ഇഷ്യൂ ആണ്. നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പി ആണോ, ശരിക്കും പി ആണോ എന്നുള്ളത് ശരി. അതുകൊണ്ടാണ് നോക്കുന്നുണ്ടോ? ഓക്കെ, നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് പിയിലാണ്. എക്സ് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? സൂപ്പർവൈസേഴ്സ്. അതായത് എക്സ് ടു പി കൺവേർഷന് നിങ്ങൾ പോകുന്നുണ്ടായിരുന്നു അല്ലെ? എക്സ് ടു പി കൺവേർഷന് ഇവർ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ചെയ്യണം. അതും ചെയ്യാം. എക്സ് ടു പി കൺവേർഷന് അത് ചെയ്യും. അതോ ഓക്കെ. അപ്പൊ ഇതാണ് മൈക്രോ പ്ലാനിന്റെ ടോട്ടൽ ചെക്ക് ലിസ്റ്റ്. എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാണോ എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഈ മൈക്രോ പ്ലാൻ ഫോർമാറ്റ്. നെക്സ്റ്റ്, ഇത് സിമ്പിൾ ആണ്. ഓക്കെ, IEC മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി വേസ്റ്റഡ് ഓർ ലെഫ്റ്റ് അൺയൂട്ടിലൈസ്ഡ്. ചിലപ്പോൾ പാക്കിങ്ങിനും പൊതിയാനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ IEC മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. IECക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, പിന്നെ മൈക്രോ പ്ലാൻ റിവ്യൂ IEC മൊബിലൈസേഷൻ സ്ക്രിപ്റ്റ്. ഓക്കെ, മാപ്പ് തീർച്ചയായിട്ടും എല്ലാ പ്ലാനിംഗ് യൂണിറ്റിനും ഉണ്ടായിരിക്കണം. ഓക്കെ, മാപ്പ് ഓരോ ബ്ലോക്കിനും ഓരോ PHCക്കും എല്ലാ അർബൻ ഏരിയാസിനും വേണ്ടി വരും. ഇതെന്തിനാണ് ഈ മാപ്പിന്റെ ആവശ്യം? ഒരു ഇത് ആക്ടിവിറ്റി അല്ലേ, ജോഗ്രഫിക്കലി നമ്മൾ പോകല്ലേ, ഫോർ പ്ലാനിങ് ആൻഡ് ഫോർ ഓൾസോ ഫോർ supervisors where they can they'll be able to find out the migrant population എവിടെയുണ്ട്, ട്രാൻസിറ്റ് സൈറ്റ് എവിടെയുണ്ട്, എത്ര ബൂത്ത്സ് ഉണ്ട് എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ we are almost on the verge of completion. പ്രധാനം പറയുന്നില്ലേ? മൈക്രോ പ്ലാനിങ് രണ്ടായിട്ട് ചെയ്യാം. മാപ്പിനെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണെങ്കിൽ മൂന്നായിട്ട് തിരിച്ച് team 1 to 5, team 5 to 10 and other. So map യൂസ് ചെയ്തിട്ട് രണ്ട് തരത്തിൽ കവർ ചെയ്യാൻ പറ്റും. ഒന്ന് ഡേ വൈസ് കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടീം വൈസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, വാക്സിൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഐസ് പാക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? വെൽ ഇൻ അഡ്വാൻസ് ഒരു 3 സൈക്കിൾസ് എങ്കിലും ഐസ് പാക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഇത് ഡീപ് ഫ്രീസറിൽ സ്റ്റാക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് വെക്കുന്നത്? അല്ലെ, ഐസ് പാക്ക്. കാര്യം എന്താണ്? രാവിലെ ബൂത്ത് ആക്ടിവിറ്റിയുടെ അന്ന് ഡീപ് ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ കോൾഡ് ബോക്സിനകത്ത് വെക്കാൻ പറ്റുന്ന അത്രയും ഒരു സെറ്റായിട്ട് ഫ്രീസ് ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി എയർ സർക്കുലേഷൻ ബിറ്റ്വീൻ ചില യൂണിറ്റിലൊക്കെ ചെയ്ത് ഈ രാവിലെ ഡീപ് ഫ്രീസർ തുറന്നു നോക്കിയപ്പോൾ ഇതൊരു സിംഗിൾ പീസ് ഓഫ് ഐസ് പാക്ക് പാക്കിംഗ് ചെയ്യാനായിട്ടിരിക്കുന്നതായിട്ട് അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നീച്ചു പൊട്ടിച്ച് നടക്കുന്നില്ല. പിന്നെ അവസാനം വെള്ളം ഒഴിച്ചു, എന്നിട്ട് നടക്കുന്നില്ല. പിന്നെ അവസാനം തിളച്ച വെള്ളം ഒഴിച്ചു. സിമ്പിൾ ഇഷ്യൂ ആണ്, പക്ഷേ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല.
vaccine, vaccine distributed, vaccine manufacturer, batch number, BVM status. Return of files and reuse. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും partially used unused ആയിട്ടുള്ള vaccines should be brought to the PHC or the institution, not at the subcenter. Because subcenters nothing is stored. PHC അല്ലെങ്കിൽ ആ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് it can be and it should be used on the next possible stage. Then ensure that the BVMs are correct. Then maybe from the district level and the state level, they will take care of the power supply. Then other issues. Okay, BVM എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്, ട്രെയിനിങ് ഇഷ്യൂ ആണ്. ഒരു സൂപ്പർവൈസർ പോയി ഒരു ബൂത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ BVM ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഉലുക്കി നോക്കി ഐസോബാക്സ് അതിനകത്തൊന്നും BVM is a training issue. Very important. ഇത് നല്ല സംഭവമാണ്. എന്റെ എക്സ്പീരിയൻസ് അല്ല, വേറെ റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് എന്റെ അടുത്ത് പറഞ്ഞതാണ്, ശരിക്കും നടന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ട്രെയിനിങ് ഇഷ്യൂ ആണ്. ഇത് DOG ആണ്. നിങ്ങൾ വാക്സിനേറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഹൗ ടു ചെക്ക് ദി BVM. 4 സ്റ്റേജസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന BVM-നെ? BVM ഫസ്റ്റ് എന്താണ് BVM? അടുത്ത ഒരു പ്യൂർ വൈറ്റ് സ്ക്വയർ സ്ക്വയർ വിച്ച് ഇസ് വൈറ്റ് ഇൻ കളർ. പിന്നെ അതിന് ചുറ്റും ബ്രൗൺ ബ്ലൂവോ ഗ്രേയോ ആയിട്ടുള്ള ഒരു സംഭവം. ആ സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്റ്റേജ് 1 നമുക്ക്. സ്റ്റേജ് 2 എന്താണ്? ആ സ്ക്വയർ നടുക്കുള്ള സ്ക്വയർ ലിറ്റിൽ ബിറ്റ് സ്ലൈറ്റ്ലി ബ്ലൂയിഷ് ഓർ പിങ്കിഷ് ആയിട്ട് വരും. Then it is stage 2. വാക്സിൻ യൂസ് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. That is stage 2. You can use. Stage 3 എന്താണ്? സ്ക്വയർ നടുക്കത്തെ കുഞ്ഞി സ്ക്വയർ സർക്കിളും സെയിം ആണ്. It is bad. Do not use it. The vaccine must have lost the potency. Stage 4 of that is more darker than the surface than the paper. So that is stage 4. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മൾ വാക്സിൻ പൊട്ടൻസി അല്ലെങ്കിൽ വാക്സിൻ മോണിറ്റർ സ്റ്റേജ് 3 കൊടുത്തിട്ട് നമ്മൾ കാര്യം ബേസ്ഡ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. സിംപ്ലി ഗിവിംഗ് എ വാക്സിൻ വിച്ച് ഇസ് യൂസ്ലെസ്, ഇറ്റ് ഇസ് നോട്ട് ഗിവിംഗ് ദി ഇമ്മ്യൂണിറ്റി. So it is very important you train your vaccinators with the BVM. Okay, then this is IPPA personnel for supervisors. 9A. This is basically the consolidation of the daily activity. So, this is supervisor's name, the team number, and batch number. And it asks for total children vaccinated in booths, total number of children and all that, number of children received. You can read that. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഫില്ലിൽ പോകണോ? വേണ്ട, ആവശ്യമില്ല. ഈ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട്, കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ട് യു കളക്ട് ഓൾ ദി അതർ ഫോംസ് ഫ്രം യുവർ ടീംസ്. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ you already have 8 7B, 8C, 8B, 8C and 8D fill. ഇത് ആ ഫോംസ് അവിടെ ടാലി ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഫിൽ അപ്പ് ദിസ് ഫോം. ഒരു സൂപ്പർവൈസേഴ്സിന് 10 ടീംസ് ഉണ്ടെങ്കിൽ മാക്സിമം ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 30 minutes ഓർ 5 minutes, 15 to 20 minutes അല്ലെ ഓൾറെഡി ചെയ്യുന്നതാണ്. യു നോ ദാറ്റ്. വേണമെങ്കിൽ ഇത് വരച്ച് വെക്കാം. ഫസ്റ്റ് ബൂത്ത് കവറേജ് 8C, 8D, 8B, 7B and 8C.
Okay. So the supervisor, after collecting the forms from the vaccinators, will be able to easily fill up this form at the end of each and every day. Day 1, day 2, day 3. Round ഏതാണ് day 1, day 2, day 3 എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതാം. Okay. Now the last slide, last form 9B. This is the daily block reporting format to be filled in by the medical officer at the end of each day. Supervisors should definitely be filling that 9B form, 9A form, and along with the medical officer they should sit and discuss it and then fill it up. Data finally signed district. So consolidated. Similarly, so it is basically the previous one. Basically the consolidation of all the next consolidation about 9A consolidation and 9B. There is nothing serious in that. Okay. Make sure you discuss with your medical officer. If issue medical officer phone means the reporting is like the number of X's like this thing, there may be an issue. So the medical officer should also be aware of this thing. And trainings, your vaccinator training in groups 35 to 40, the operational aspects, interpersonal communication, or interactive item. Maybe you can show the vaccine. You should show the vaccine here, an example of an VVM, then the ice packs and all that. You should show them and train them. Next. I don't know. It depends upon the procurement and the supply. Why? Second one. Oh, I see. And the volunteer was searching for the VVM on the it was on the So definitely, vaccine will be supplied on the day of distribution. That is Sunday morning. Supervisor should note. I already mentioned batch number, date of this batch number, the company date of manufacturing, date of expiry. Everything should be noted and supplied. Because if there is a field issue, we have to trace this back. Either team and either file and use either batch and the manufacturer. I don't know. So the government of India is procuring it. We do not know whether we get a trivalent or a monovalent. Depending upon the risk, maybe a bivalent, depending upon the risk, they will, depending upon the epidemiological reason, the justification they will give. But high risk areas, you already know, the high risk areas, low immunization, migrant slums, construction site, next. Do's. Very high quality of N90s have to be implemented in 2012, and most important, strengthen micro planning of migrant sites. Second set of forms I'll be very brief. Same forms are just in-depth description of the migrant site. Special plans for migrant population and migrant ensure planning and coverage of peri-urban areas. Strengthen the routine immunization. Don'ts. Do not give OPV to a child without the consent of the family members. Do not get into an argument. Do not attack the parents, community values. Do not mock people. Do not try to bully the parents to accept the OPV. നമുക്കറിയാവുന്ന കാര്യങ്ങൾ crisp item, clear item, fair item, there should not be any bullying, threatening, intimidation, mocking. Do not please do that. We are professionals. Be that this is the system, this is the evidence we have, this is what is being practiced throughout the years, all over the world, and it has been, OPV side effect but there is no, if you can consider vaccine as a drug or a trial, there is no
medicine or no drug or no vaccine that has been used in billions of doses. എത്രയോ ബില്യൺ ഡോസസ് ആണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള, ഇത് എത്രയോ കുട്ടികൾക്ക് കൊടുത്ത് നമ്മൾ ടെസ്റ്റും എവിഡൻസും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈവൻ പാരസെറ്റമോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ there would be millions died. മനസ്സിലായില്ലേ? ഓർ ഫോർ എക്സാമ്പിൾ ക്ലോറോക്വിൻ ഓർ സംതിങ് എനി അതർ ഡ്രഗ്. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് എ ടൈം ടെസ്റ്റഡ് സാധനമാണ് ഈ OPV എന്ന് പറയുന്നത്. നെക്സ്റ്റ്. And coming to the migrant microplanning. Next. Okay, so please take out the next set of forms. Okay. ഇതിന്റെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ it is the most important. I am not leaving the most important at the last. It has to be filled. Make sure that all your institutions are having migrant illa ennundengile inna blockil migrant illa ennundengile please write no migrant sites. Okay, but അങ്ങനെ വളരെ റെയർ ആണ്. ഞാനിപ്പോൾ 5 ഡിസ്ട്രിക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. ഏത് ഹോട്ടലിൽ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടെ ഒരു മൈഗ്രന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ഡെഫിനറ്റ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് മൈഗ്രന്റ്. മേ ബി ദേ ആർ നോട്ട് ഹാവിംഗ് അണ്ടർ 5 children, but still they should be identified. Okay, so planning form 1 for migrant population. Name and address of the area, state, district, everything. Type of area. Migrants are classified into 5. 1, slums with migration. Slums. 1, that code type area code ആണ് ഞാൻ പറയുന്നത്. മൈഗ്രന്റിന്റെ ഏരിയ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. 1 for slums, 2 for nomads, 3 for bricklings, 4 construction sites. നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഉണ്ടാവും. 5 others like migrant fishermen community. Then approximate percentage of migrants. ഇതൊരു കൺഫ്യൂഷൻ ആണ്, എന്നാലും പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ചിലപ്പോൾ 0.00 എന്നൊക്കെ വരും, 0.001 0.01 എന്നൊക്കെ വരും. അത് നിങ്ങൾ വറി ചെയ്യേണ്ട. റൈറ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. ഇപ്പോൾ ഒരു ബ്ലോക്കിന്റെ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ ഇത്രയാണ്, അതിൽ എത്ര മൈഗ്രൻസ് ഉണ്ടെന്ന് എഴുതുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ 20,000 അല്ലെങ്കിൽ ഇപ്പോൾ 50,000 ഇൻ എ ബ്ലോക്ക്, അതിൽ ചിലപ്പോൾ 1,500, ഇപ്പൊ 1,500/50,000. Okay, or if you can write the percentage, well and good. Then approximate number of household. ചിലപ്പോൾ ഒരു ടെന്റിനകത്ത് 4-5 കുടുംബങ്ങൾ ഉണ്ടാവും. ഒരു മുഖ്യന്റെ കീഴിൽ ചിലപ്പോൾ വേറെ സബ് ഹൗസ് ഹോൾഡ്സ് കാണും. അപ്പോൾ ഒരു ഫാദർ, മദർ, ചിൽഡ്രൻ വി ക്യാൻ കൺസിഡർ ആസ് എ ഹൗസ് ഹോൾഡ്. ഓക്കെ, then approximate number of under 5 children. ഈ മൈഗ്രന്റ് പോപ്പുലേഷനകത്ത് എത്ര under 5, 0 to 5 കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് കോളം. ഡേ ഓഫ് SIL ആക്ടിവിറ്റി ആസ് പെർ മൈക്രോപ്ലാൻ. ആ ഡേറ്റ് വരുമ്പോൾ ഡേറ്റ് എഴുതാം. ഹൗസ് ടു ഹൗസ് ടീം, മൊബൈൽ ടീം ആസ് പെർ മൈക്രോപ്ലാൻ. ഏത് ടീമാണ് ആ ഏരിയ കവർ ചെയ്യേണ്ടതെന്നുള്ളത് ആ കോളത്തിൽ എഴുതുക. ഡേ ആൻഡ് വീക്ക് ഓഫ് റൊട്ടീൻ ഇമ്മ്യൂണൈസേഷൻ യു ആർ പ്ലാൻഡ്. നിങ്ങൾ ഈ കുട്ടികളെ റൊട്ടീൻ ഇമ്മ്യൂണൈസേഷൻ വഴി എന്നാണ് മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഹാസ് ടു ബി റിവൈസ്ഡ് എവറി മന്ത് ആക്ച്വലി. അപ്പൊ അതും വ്യക്തമായിട്ട് എഴുതുക. സോ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അൾട്ടിമേറ്റ്ലി we have to fill this form, and please fill this form and ensure that all institutions have this migrant form. Basic thing, നിങ്ങൾക്ക് ഏതൊക്കെ സൈറ്റ്സ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്, അതിൽ എത്ര അണ്ടർ 5 ഉണ്ടെങ്കിൽ that is more than enough. Then you can proceed with your plan. Family, understand? Households, if they are living together, write it as one. ഒരു വീട്ടിലാണ് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കടയുടെ ഷട്ടറുള്ള ഷട്ടർ ചിലപ്പോൾ അങ്ങനത്തെ ആ 1 യൂണിറ്റ് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഹൗസ് ഹോൾഡ്. ചിലപ്പോൾ ഒരു വലിയ ടെറസ് തന്നെ ആയിരിക്കും, 4-5 കുടുംബങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 4 to 5. ഓക്കെ, സോ അവിടെയും ഒരു കാര്യം, they do not migrate in families. ഞാൻ ഇന്ന് റീസെന്റ് കൽപ്പറ്റ റെസ്റ്റോറന്റിൽ കയറിയപ്പോ അച്ഛനും മോനും മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചുപോയി, ബീഹാറിൽ നിന്ന് കണ്ട് വന്നതാണ്.
last time when I came here. But that is there are people like that, not migrating as complete families. അവിടെ പ്രശ്നം ഉണ്ടാകുന്നതായി they must be coming. Okay, so again, number of migrants, number of under 5 children and their household. ചിലപ്പോൾ എക്സാക്ട് നമ്പർ ഒരിക്കലും കിട്ടില്ല, പക്ഷെ വി മസ്റ്റ് റീസണബിളി മേക്ക് ഷുവർ ദാറ്റ് വി ഐഡന്റിഫൈ ദം. ഇങ്ങനെ ആൾക്കാരുണ്ട് ആൻഡ് വി ആർ റീച്ചിങ് ഔട്ട്. ദാറ്റ് ഈസ് ദ ഹോൾ കോൺസെപ്റ്റ്. താങ്ക് യു ഫോർ ആൻസറിംഗ്. നെക്സ്റ്റ്. ആൻഡ് മാൻ പവർ പ്ലാനിംഗ് ഫോം ഫോർ migrant population. Same, നേരത്തെ ചെയ്ത സെയിം ഫോം തന്നെയാണ്, but ensure that all the institutions have this form. Name of the area, estimated houses in the area, teams required, team members and mobile teams if required. Next. Then house to house planning activity for migrant population. ഏത് ടീമാണ്, ഏത് സൈറ്റിലാണ്, ഏത് ഏരിയയിലാണ് അവര് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. സെയിം നമ്മുടെ 4B അല്ലെ, അതാണ് ഈ ഫോം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഫസ്റ്റ് ഹൗസ് ഓണർ വിത്ത് ലാൻഡ്മാർക്ക്, ലാസ്റ്റ് ഹൗസ് they are planning to visit. ചിലപ്പോൾ ഇങ്ങനെ ഫുൾ ഓർഡർ കിട്ടില്ല, ചിലപ്പോൾ ഒരു ഹൗസ് ഹോൾഡേ കാണില്ലായിരിക്കും. just write it like that. എന്താണ് അവിടുത്തെ അവസ്ഥ, please write it like that. This will help you in routine immunization. നമ്മുടെ മാഡം പറഞ്ഞു, ജിഎംഒ മാഡം പറഞ്ഞു, routine immunization for migrants also. We should be planning. We are already doing it, but strengthen it. But this will also help you later. E data. Okay, next. Record details of planned routine immunization sessions, name of team members visiting the areas regularly, health facilities sought by migrants also can be noted for your strengthening the routine immunization program. Then planning form for mobile team planning form for migrant population. This is again for the mobile teams. Self-explanatory ആണ്. ഇന്ന സൈറ്റിൽ ഒരു മൈഗ്രന്റ് സൈറ്റ് ഉണ്ട്, വെരി റൂറൽ ആണ്, മൊബൈൽ ടീമാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൈറ്റ് ദാറ്റ് സൈറ്റ് ആൻഡ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ദാറ്റ്, ടൈപ്പ് ആൻഡ് അഡ്രസ് ഓഫ് ദി ഏരിയ ആൻഡ് ദി ടീം മെമ്പർ ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആൻഡ് വാക്സിൻ ആൻഡ് കോൾഡ് ചെയിൻ പ്ലാനിംഗ് ഫോം. ഒരുപാട് ഇഷ്യൂ വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദ ഫോം ഇസ് ഫിൽ. ചിലപ്പോൾ ഒരു ഏരിയയിൽ പോകുന്ന ഹൗസ് ടു ഹൗസ് ടീം പോകുന്ന ഏരിയയിലായിരിക്കും ഈ മൈഗ്രന്റ് സൈറ്റ്. But then they will take over this thing. Then same thing, estimated number of under 5, total OPP required. Easy calculation. Same നേരത്തെ ചെയ്ത പ്ലാനിംഗ് ഫോമിൽ വാക്സിൻ ആൻഡ് കോൾഡ് ചെയിനും ലോജിസ്റ്റിക്സിലും ചെയ്ത സെയിം പ്രോസസ് തന്നെയാണ് മൈഗ്രന്റ്. ഓൺലി ദ തിങ് ഇസ് ദാറ്റ് നമ്പർ ഇസ് വെരി സ്മോൾ. പിന്നെ ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, ഹൗസ് ടു ഹൗസ് ടാലി ഷീറ്റ് ഫോർ ഹൗസ് ടു ഹൗസ് ആക്ടിവിറ്റി. ഇത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു നോട്ട് ഫിൽ ദിസ്. ദിസ് ഇസ് നോട്ട് ബീങ് യൂസ് ദിസ് ടൈം. ഓക്കെ, അതായത് മൈഗ്രന്റ് സൈറ്റിൽ പോകുമ്പോൾ ഈ ഹൗസ് ടു ഹൗസ് ടാലി ഷീറ്റ് ഫിൽ ചെയ്യാനാണ്, ഇത് വേണ്ട. നെക്സ്റ്റ്. ആൻഡ് ഡെയിലി സൂപ്പർവൈസേഴ്സ്, സെയിം തിങ്. നെക്സ്റ്റ്. Then the medical office, this is 9A and 9B, same thing. Summarize the migrant in the 9. Next. So key messages: micro planning for migrants of high priority, training of supervisors and team members, supervision and monitoring, consolidation. Next. And thank you very much. So പ്രധാനമായിട്ടും നമ്മൾ പോളിയോ സ്റ്റാറ്റസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തു. നമ്മുടെ റിസ്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് കുറഞ്ഞു വരുന്ന നമ്മുടെ റിസ്ക് ആണ്. മൈഗ്രന്റ് പോപ്പുലേഷൻ നമുക്കൊരു റിസ്ക് ആണ്. നമ്മുടെ ഫോംസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് ഡോസസ്, നമ്പർ ഓഫ് ടീംസ്, നമ്പർ ഓഫ് വാക്സിൻസ്, നമ്പർ ഓഫ് ഐസ് പാക്സ്, വാക്സിൻ കാരിയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ പ്ലീസ് ഗോ ബാക്ക് ടു യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിവ്യൂ ദിസ് തിങ്. നമുക്ക് ഇനി സമയമുണ്ട്, ഫെബ്രുവരി വരെ എന്നാണ് പറയുന്നത്. വി ഹാവ് plenty of time. Please review it. And then for the migrant population, migrant forms തീർച്ചയായിട്ടും ഫിൽ ചെയ്തിരിക്കണം. പ്ലീസ്, ഇറ്റ് ഇസ് എ ഹംബിൾ റിക്വസ്റ്റ് and but very urgent thing that needs to be done. Migrant population നമ്മൾ